നാരായണ 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 നാരായണ. ആ പുറകിലിരിക്കുന്നവർക്ക് കുറച്ച് മുമ്പോട്ട് കയറിയിരിക്കാം. അപകടമൊന്നുമില്ല, ആരും ബുദ്ധിലേക്കൊന്നുമില്ല. മുമ്പിൽ പുറകിലിരിക്കുന്നവർ കുറച്ച് കയറിയിരിക്കും. ഇവിടെ ഒരുപാട് കസേര ഒഴിവായിട്ട് കിടക്കുന്നു. മുമ്പോട്ട് കയറിയിരിക്കും. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭാസതാം ഹൃദയേ മമ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശങ്കരൻ തന്നോടെ വാമഭാഗത്തിങ്കൽ ശങ്ക കൂടാതെ വീളങ്ങുമമ്മേ. നിങ്കടൽ നിത്യവും കൂപ്പി നിന്നിടുന്നേൻ. എങ്കലുണ്ടാകണം നിൻ പ്രസാദം. വിരാജന്തം ത്രിനേനെ വള്ളീസേനാപതിം പ്രഭും വാഞ്ചിതാർത്ഥപ്രദം വന്ദേ ഷൺമുഖം കുലദൈവതം. ജന്മാദ്യസ്യ യതൊന്നയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ. ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആരംഭ ശ്ലോകവും സമാപന ശ്ലോകവും അവസാനിക്കുന്നത് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ഭാഗവതത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ നരസിംഹാരം പറയുമ്പോൾ സത്യം വിധാതും നിജഭൃത്യലക്ഷണം സത്യം. അതുപോലെ ദശമസ്കന്ധത്തിൽ ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുമ്പോൾ സത്യവ്രതം സത്യപരം സത്യം. ഭാഗവതം ആമൂലാഗ്രം, അവസാനം മുതൽ ആരംഭം മുതൽ അവസാനം വരെ മധ്യത്തിലും സത്യമാണ് വിഷയം. ഭാഗവതത്തിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ സത്യം എന്നുള്ളതാണ് വിഷയം. ഈ സത്യത്തിനെ അറിയല്ല, സത്യത്തിനെ അറിയാൻ സാധ്യമല്ല, സത്യത്തിനെ സാക്ഷാത്കരിക്കുക. അപ്പോൾ സത്യസാക്ഷാത്കാരമാണ് ഭാഗവതത്തിൻ്റെ വിഷയം എന്നർത്ഥം. എന്തുകൊണ്ടാണ് സത്യസാക്ഷാത്കാരം വിഷയമായത്? കാരണം ആ സത്യം മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൂ, മറ്റതൊക്കെ മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മിഥ്യ എന്ന് പറഞ്ഞാൽ സ്വകാലേ സത്യവൽഭാതി. കാണുമ്പോൾ സത്യമാണെന്ന് തോന്നും, പരിശോധിച്ചാൽ സത്യമല്ല എന്ന് മനസ്സിലാവും. അതിനാണ് മിഥ്യ എന്ന് പറയുക. ഇല്ലാത്തതല്ല. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല. മിഥ്യ എന്ന് പറഞ്ഞാൽ അനുഭവത്തിലുണ്ട്, പരിശോധിച്ചാൽ ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ പടതന്തു ന്യായം എന്ന് പറയും. വസ്ത്രവും നൂലും പോലെ. വസ്ത്രം പരിശോധിക്കുമ്പോൾ ഉണ്ട്, ഇല്ലേ? വസ്ത്രം നമ്മൾ എടുത്തിട്ടുണ്ട്, വസ്ത്രം ശരിയാണ്. പക്ഷെ വസ്ത്രത്തിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലോ വസ്ത്രമില്ല. നൂലുകളിങ്ങനെ കൂടുംഭാഗം വെച്ചപ്പോൾ വസ്ത്രം ഉണ്ടെന്ന് തോന്നിയതല്ലേ, അല്ലേ? അപ്പോൾ വസ്ത്രത്തിൽ നിന്ന് നൂല് മാറ്റിയാൽ പിന്നെ വസ്ത്രം ഉണ്ടോ? നമ്മൾ വസ്ത്രം എടുക്കുമ്പോൾ നൂലൊക്കെ അവിടെ വെച്ചിട്ട് വസ്ത്രം എടുത്തുകൊണ്ട് വരിക പറ്റുമോ? നൂലൊക്കെ അവിടെ വയ്ക്കുക.
പറ്റില്ല. അപ്പോൾ വസ്ത്രം ഉണ്ടെന്നുള്ളത് തോന്നലല്ലേ? ശരിക്കും വസ്ത്രം ഉണ്ടോ? ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഇരിക്കില്ല. ഇപ്പം മാല സത്യമാണോ? ഈ ചാത്തിയുള്ള മാല സത്യമാണെന്ന് വെച്ചാൽ ആ മാലയിലെ നൂലും പൂവും എടുത്ത് മാറ്റിയാൽ മാലയുണ്ടാവും. എന്നാൽ മാലയില്ലേ? അപ്പോൾ അനുഭവത്തിലുണ്ടെങ്കിലും പരിശോധിച്ചാൽ സത്യമല്ല. ഇതാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല വിഷയങ്ങളും മിഥ്യയാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? സൂക്ഷ്മ പരിശോധനയിൽ അതൊന്നും ഇല്ലാത്തതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം, ഈ പുസ്തകം സത്യമാണോ? ആണോ? അല്ലേ? അല്ലേ പിന്നെ നോക്കിയിരിക്കുമോ? പക്ഷെ പുസ്തകത്തിലെ കടലാസൊക്കെ എടുത്ത് മാറ്റിയാലോ? പുസ്തകം സത്യമാണോ? അപ്പോൾ അനുഭവത്തിൽ സത്യമാണെങ്കിലും പരിശോധിച്ചാൽ സത്യമല്ല. പ്രപഞ്ചത്തിലെ ഏത് വിഷയം എടുത്താലും അതൊക്കെ മിഥ്യയാണെന്ന് പറയാൻ കാരണം സൂക്ഷ്മ പരിശോധനയിൽ അതില്ലാത്തതാണ്. അനുഭവത്തിലുണ്ടെങ്കിലും പരിശോധിച്ചാൽ ഇല്ലാത്തതാണ്. അപ്പോൾ അതിനെല്ലാം ആശ്രയിക്കേണ്ടത് പിന്നെ എന്ത് വേണം? സത്യം പരം ധീമഹി. ആ പരമസത്യത്തിനെയാണ് ആശ്രയിക്കേണ്ടതെന്നർത്ഥം. അപ്പോൾ പരമസത്യത്തിനെ അനുഭവപ്പെടുത്തി തരികയാണ് ഭാഗവതം. പറഞ്ഞു തരികയല്ല, അനുഭവപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് ഭാഗവതം ശാസ്ത്രമാണെന്ന് പറയാം. ഭാഗവതം കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ഭാഗവതം വായിക്കുന്നവർക്കൊക്കെ അറിയാം, എല്ലാ അധ്യായത്തിൻ്റെ അവസാനത്തിലും ശ്രീമദ് ഭാഗവതേ മഹാപുരാണം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഭാഗവതം പുരാണമാണെന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ അതിനടുത്ത് പറയുന്നത് അറിയോ? പാരമഹംസ്യാം സംഹിതായ. ഇപ്പം എന്താ അർത്ഥം? വെറും ഒരു പുരാണമല്ല, അത് പരമഹംസ സംഹിതയാണ്. വേറെ സ്ഥലത്ത് പറയും ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ വീരേണ ഭാഷിതം. ഇപ്പോൾ ഭാഗവത ശാസ്ത്രമാണ്, പുരാണവുമാണ്. ഇങ്ങനൊരു പ്രത്യേകത ഭാഗവതത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം പുരാണങ്ങളിൽ ശ്രേഷ്ഠം എന്ന് പറയുക. എല്ലാ പുരാണങ്ങളും ശ്രേഷ്ഠങ്ങളാണ്, ഒരു പുരാണം മോശമല്ല. പക്ഷെ ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ശാസ്ത്രവുമാണ് പുരാണവുമാണ്. പുരാണം കഥകളാണ്, ശാസ്ത്രം തത്വങ്ങളാണ്. ഭാഗവതത്തിൽ കഥകളുമുണ്ട്, തത്വങ്ങളുമുണ്ട്. കഥ മാത്രം കേട്ട് കഴിഞ്ഞാൽ അത് മതി, ആസ്വദിക്കാൻ അത് മതി. പക്ഷെ തത്വം മനസ്സിലാക്കിയാലേ അതിന് പൂർണ്ണമായിട്ട് പ്രയോജനം കിട്ടും. അപ്പോൾ ഏത് വിഷയവും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലേ സത്യമാണെന്ന് അറിയുള്ളൂ. ഇപ്പോൾ പ്രപഞ്ചം സത്യമാണെന്ന് തോന്നാൻ കാരണം അതിലൊരു സത്യമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് തോന്നില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിച്ചു. കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കണമെങ്കിൽ അവിടെ കയറുണ്ടായിരിക്കണ്ടേ? അല്ലേ? കയറില്ലെങ്കിൽ പാമ്പാണെന്ന് വിചാരിക്കില്ലല്ലോ. അപ്പോൾ എന്തോ ഒന്നവിടെ ഉണ്ട്, ഒരു സത്യമുണ്ട്. ഈ സത്യത്തിനെ സാക്ഷാത്കരിക്കലാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഭാഗവതം മാത്രമല്ല, എല്ലാ ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം ഈ സത്യത്തിനെ സാക്ഷാത്കരിക്കലാണ്. അല്ലെങ്കിൽ ശാസ്ത്രമാവില്ല, അല്ലേ? മിഥ്യയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ശാസ്ത്രമാവുമോ? അതുകൊണ്ടാണ് ഇതിനെ വേദാന്തം എന്ന് പറയുക. വേദത്തിന് മാത്രമേ അന്തമുള്ളൂ, മറ്റൊന്നും അന്തമില്ല. അന്തമില്ലാത്ത എന്ത് സാധനം പറയാറില്ലേ? അന്തമില്ലാത്തല്ലേ? മറ്റൊന്നും അന്തമില്ല. ഇപ്പോൾ കണക്കിന് അന്തമുണ്ടോ? കണക്കാന്തം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? കണക്കാന്തം. ഇപ്പോൾ കെമിസ്ട്രി അന്തം അങ്ങനെയുണ്ടോ? ഫിസിക്സ് അന്തം ഇല്ല. വേദത്തിന് മാത്രമേ അന്തമുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേദമാണ് പൂർണ്ണത. പൂർണ്ണതയിലെത്തുമ്പോഴേ ആ ശാസ്ത്രം പൂർണ്ണമാവുള്ളൂ. എന്താ? നമ്മുടെ സ്വരൂപത്തിനെക്കുറിച്ച് അറിയുമ്പോഴേ അറിവ് പൂർണ്ണമാവുള്ളൂ. മറ്റെന്തിനെക്കുറിച്ച് അറിഞ്ഞാലും അറിവ് പൂർണ്ണമല്ല. ഇപ്പോൾ സ്വരൂപജ്ഞാനം നൽകുന്ന ശാസ്ത്രമായതുകൊണ്ട് അത് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ഇതെവിടെ നിന്നാണ് വന്നത് ഈ ശാസ്ത്രം? ഇതിൻ്റെ ആരംഭം അത് അവസാനം 12ാമത്തെ സ്കന്ധത്തിൽ അവസാന ശ്ലോകത്തിൽ പറയുമല്ലോ, കസ്മയ്യേന വിഭാഷിതോയമതിലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി. ഭാഗവതം ഈ അന്വേഷണമാണ്. ഏതായാലും മനുഷ്യർക്ക് മാത്രമേ അന്വേഷണ ബുദ്ധിയുള്ളൂ. മൃഗങ്ങൾക്ക് അന്വേഷണ ബുദ്ധി ഉണ്ടോ? മൃഗങ്ങൾക്ക് കാര്യം അറിയാം, കാരണം അറിയില്ല. മനുഷ്യനോ കാര്യം മാത്രമല്ല കാരണം അന്വേഷിക്കും. അത് കുട്ടികൾ പോലും അതെ. ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ കാരണം അന്വേഷിക്കും. ഒരു കുട്ടിയുടെ ഒരു കളിപ്പാട്ടം എടുത്ത് കൊടുത്ത് നോക്കൂ. കുട്ടി കുറച്ച് നേരം കളിപ്പാട്ടം കളിക്കും, അത് കഴിഞ്ഞാലോ അത് തല്ലി പൊട്ടിച്ച് പരിശോധിക്കും, അല്ലേ? എന്താന്ന് നോക്കും. ഈ അന്വേഷണ ബുദ്ധി മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. കാര്യം കാണുമ്പോൾ കാരണത്തിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ബുദ്ധി ആർക്കേ ഉള്ളൂ? ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ. മനുഷ്യർക്ക് മാത്രം. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന പേര് തന്നെ. മനുഷ്യൻ എന്ന് വെച്ചാൽ മനനം ചെയ്യുന്നവനർത്ഥം, ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രമേ പുരോഗതിയുള്ളൂ, മൃഗങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. നമ്മൾ കൃഷ്ണാവതാരം വായിക്കുമ്പോൾ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനോടൊപ്പം കുറേ പശുക്കൾ ജീവിച്ചിരുന്നു, ഇല്ലേ?
അന്ന് ജീവിച്ചിരുന്ന പശുവും ഇന്ന് ജീവിക്കുന്ന പശുവായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? അന്നത്തെ പശുവും പുല്ല് തിന്നും, ഇന്നത്തെ പശുവും പുല്ല് തിന്നും. അന്നത്തെ പശുവും ചാണകം ഇട്ടിട്ട് ആ ചാണകത്തിൽ തന്നെ കിടക്കും, ഇന്നത്തെ പശു അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ 1000 കൊല്ലം മുമ്പുള്ള മനുഷ്യനങ്ങനെയാണോ? ആണോ? ആണോ? എന്താ മാറ്റം വരാൻ കാരണം? ചിന്താശക്തി. കാര്യം കാണുമ്പോൾ കാരണത്തിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ബുദ്ധി മനുഷ്യർക്ക് മാത്രമേ ഈശ്വരൻ തന്നുള്ളൂ. ആ ബുദ്ധി, ആ അന്വേഷണമാണ് എല്ലാ ശാസ്ത്രങ്ങളും ചെയ്യുക. 3 കാര്യങ്ങളാണ് ശാസ്ത്രങ്ങൾ അന്വേഷിക്കുക. ഒന്നാമത്തെ അന്വേഷണം എന്താ വെച്ചാൽ ഈ പ്രകൃതി എന്താണ്, നമ്മളീ കാണുന്ന ലോകം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി, ഇതെങ്ങനെ അവസാനിക്കും, ഇതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്താ വെച്ചാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടല്ലോ, ഈശ്വരൻ. ഈശ്വരൻ ആരാ? മൂന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ ഈ പ്രകൃതിയെയും ഈശ്വരനെയും അറിയുന്ന ജീവൻ, ബോധം, ഇതെന്താ? ഈ 3 വിഷയങ്ങളാണ് എല്ലാ ശാസ്ത്രങ്ങളും അന്വേഷിക്കുക. വേദാന്ത ശാസ്ത്രം മുഴുവൻ അന്വേഷണം ഈ 3 വിഷയങ്ങളെക്കുറിച്ച്. ഒന്ന് പ്രകൃതി, മറ്റൊന്ന് ഈശ്വരൻ, മറ്റൊന്ന് ജീവൻ. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അന്വേഷണമാണ് ശാസ്ത്രങ്ങൾ മുഴുവൻ ചെയ്യുക. ഈ ശാസ്ത്രം അവസാനം ഇവിടെ ചെന്നെത്തും. വേദത്തിന് അന്തമുണ്ട്, അറിവിന് അന്തമുണ്ട്. എന്താ അന്തം? ഞാൻ തന്നെയാണ് ഇതൊക്കെ അറിയുന്ന ആൾ. ബോധമാണ് സത്യം. എൻ്റെ ഉള്ളിലുള്ള ബോധമാണ് ഇതുണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനല്ലേ. യോഗചൂടാമണിയിൽ ഒരു ഉദാഹരണം പറയും. ഒരു നദി സങ്കല്പിച്ച് നോക്കുക, ഒരു പുഴ. പുഴയ്ക്ക് കരയുണ്ട്, പുഴയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ സൂര്യൻ്റെ നിഴലും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ കരയിൽ നോക്കുമ്പോൾ എന്തൊക്കെ കാണും? നദിയുടെ തീരം കാണും, വെള്ളം കാണും, ആ വെള്ളത്തിൽ സൂര്യൻ്റെ നിഴൽ കാണും. എന്ന പോലെ ശരീരം എന്ന് പറയുന്ന കര, അന്ധകരണം എന്ന് പറയുന്ന ജലം, ആ ജലത്തിൽ പ്രതിബിംബിക്കുന്ന ജീവാത്മാവ്. ഇതാണ്. ഇത് കാണുന്ന ആരാ? വെള്ളമാണോ കാണുക? വെള്ളത്തിന് കാണാൻ പറ്റുമോ? കണ്ണിനെ കാണാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക. കണ്ണിനെ കാണാൻ പറ്റുമോ? സാധാരണ പറയും കണ്ണ് കാണില്ല എന്നല്ല. കണ്ണ് കാണില്ല, ശരിയല്ലേ? കണ്ണ് കാണില്ല. കണ്ണിനെ കാണാൻ പറ്റില്ല. എൻ്റെ മുഖത്തിനെ കാണാൻ പറ്റുമോ? സ്വന്തം മുഖത്തിനെ കാണാൻ പറ്റില്ല. അതിന് പ്രതിബിംബേ കാണാൻ പറ്റൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും കാണുന്നത് ഞാനാണെങ്കിലും എന്നെയല്ല കാണുക, എൻ്റെ പ്രതിബിംബങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ പ്രപഞ്ചത്തിനെ കാണുന്നവനാണ് ഞാൻ പ്രപഞ്ചമല്ല, ഞാൻ പ്രപഞ്ചത്തിനെ കാണുന്നവനാണ്. അപ്പോൾ ഈ ബോധമുള്ളത് കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടെന്നും ഈശ്വരനുണ്ടെന്നും ഒക്കെ അറിഞ്ഞ് ബോധമുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ സത്യമായിട്ടുള്ള ഒരു വസ്തുവുള്ളൂ, ഈ ബോധം മാത്രമേ സത്യമായിട്ടുള്ളൂ, അല്ലേ? ബോധം എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കില്ലേ? ഈ ബോധത്തിനെ പ്രതിപാദിക്കുന്ന അനുഭവപ്പെടുന്ന ശാസ്ത്രമാണ് ഭാഗവതം. ഇതാദ്യം ആർക്കാ ഉപദേശിച്ചത്? കസ്മൈ യേന വിഭാസിതോ യമതിലോ. എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവെന്നർത്ഥം, ബ്രഹ്മാവ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് കായ എന്നൊരു പേര് വന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന കായല്ല, ശരീരത്തിന് കായ എന്നൊരു പേരില്ലേ? എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവിൽ നിന്നുണ്ടായതുകൊണ്ട് കായം. ആ ബ്രഹ്മാവിന് ആരുപദേശിച്ചു? വിഭാസിതോയമതിലോ ജ്ഞാനപ്രദീപപുര. ഈ ജ്ഞാനദീപം ബ്രഹ്മാവിന് ആരുപദേശിച്ചു? ഭഗവാൻ ഉപദേശിച്ചു. ഭഗവാൻ അത് തദ്രൂപേണ, ബ്രഹ്മാവ് അത് തദ്രൂപേണ നാരദായ മുനേ. ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു. നാരദൻ അത് കൃഷ്ണായ തദ്രൂപിണ. കൃഷ്ണൻ എന്ന് വെച്ചാൽ വേദവ്യാസൻ, കൃഷ്ണദ്വൈവായന് വേദവ്യാസന് ഉപദേശിച്ചു. വേദവ്യാസൻ അത് യോഗീന്ദ്രായ ശുഖബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു. ശ്രീശുഖബ്രഹ്മർഷി അത് ആർക്ക്? പരീക്ഷത്തിന് ഉപദേശിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൂത പൗരാണികൻ പിന്നീട് മഹർഷിമാർക്ക് ഉപദേശിച്ചു. ഇതാണ് ഭാഗവതത്തിൻ്റെ പരമ്പര. അപ്പോൾ ആദ്യം ആർക്കാ പറഞ്ഞ കർമ്മോർമ്മയുണ്ടോ? ബ്രഹ്മാവിനാണ് ആദ്യം ഉപദേശിച്ചത്. ബ്രഹ്മാവ് അത് പിന്നെ ആർക്ക് ഉപദേശിച്ചു? നാരദന് ഉപദേശിച്ചു. നാരദൻ അത് വേദവ്യാസന് ഉപദേശിച്ചു. വേദവ്യാസൻ ശ്രീശുഖന് ഉപദേശിച്ചു. ശ്രീശുഖൻ അത് പരീക്ഷത്തിന് ഉപദേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന സൂതൻ അത് ഉഗ്രശ്വസം പറഞ്ഞ സൂതൻ നൈമിശാരണത്തിൽ വെച്ച് മഹർഷിമാർക്ക് ഉപദേശിച്ചു. ഇതാണൊരു പരമ്പര. ഇപ്പോൾ ബ്രഹ്മാവിന് ഈ ഉപദേശം ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാൽ ബ്രഹ്മാവിന് ജിജ്ഞാസ വന്നു, അറിയാനുള്ള ആഗ്രഹം വന്നു. ഇത് തുടങ്ങുന്നത് 2-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം. 2-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ അതിൻ്റെ അധ്യായത്തിൻ്റെ പേര് പറയുമ്പോൾ പ്രശ്നവിധിർനാമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രശ്നവിധിർനാമ. 8-ാമത്തെ നിങ്ങൾ പുസ്തകം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. 2-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ ആ ശ്ലോകത്തിൻ്റെ ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയ സ്കന്ധേ പ്രശ്നവിധിർനാമ.
അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പ്രശ്നവിധി എന്നാണ്. ചോദ്യങ്ങളാണ്, അനേകം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ബ്രഹ്മാവും നാരദനും നമ്മൾ സംഭാഷണം പറയുമ്പോൾ അനേകം സംശയങ്ങൾ വന്നു. എന്താണ് ഈ പ്രപഞ്ചം ഉണ്ടാവാൻ കാരണം? അപ്പോൾ പറഞ്ഞു, ആ 8ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ആത്മമായാമൃതേ രാജൻ, ഇത് മുഴുവൻ ഭഗവാന്റെ മായയാണെന്ന് പറഞ്ഞു. ആത്മമായ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായ മായാശക്തിയാണ്. 9ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ആത്മമായാമൃതേ രാജൻ, ആത്മമായാമൃതേ, ആത്മമായ അല്ലാതെ മറ്റൊന്നുമല്ല. മായ എന്ന് പറഞ്ഞാലോ ഭഗവാന്റെ തന്നെ ഒരു ശക്തിവിശേഷമാണ് മായ. ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായ ശക്തിയാണ് മായ. മായാശക്തി കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടെന്ന് നമുക്ക് തോന്നുക. എന്തുപോലെ? ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. കണ്ണാടി ഉള്ളത് കൊണ്ടാണ് പ്രതിബിംബം ഉണ്ടെന്ന് നമുക്ക് തോന്നുക. കണ്ണാടി ഇല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രതിബിംബം ഉണ്ടാവാൻ കാരണം എന്താ? 2 കാരണമുണ്ട്. ഒന്നെന്താ? ബിംബമുണ്ട്, രണ്ടാമത് പ്രതിബിംബമുണ്ട്. ഈ ബിംബവും പ്രതിബിംബം ഉണ്ടെന്ന് ആര് കണ്ടു? ഞാൻ കണ്ടു. 3 ഘടകമില്ലേ അവിടെ? അല്ലേ? കണ്ണാടിയുണ്ട്, ബിംബമുണ്ട്, ബിംബത്തിനെയും പ്രതിബിംബത്തിനെയും കാണുന്ന ഒരു ഞാനുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുള്ള തോന്നലാണ്. സത്യത്തിലെ പ്രതിബിംബം സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമല്ല. എന്നാൽ അനുഭവത്തിലില്ലേ? ഇല്ലേ? നിഴൽ സത്യമാണോ? നിഴൽ സത്യമാണോ? അല്ല. പക്ഷെ നിഴലില്ലേ? മുറ്റത്ത് പോയിട്ട് ആ നിഴലൊന്നും എടുത്തുകൊണ്ടിരാമോ? പറ്റുമോ? നിഴൽ കാണാം, പക്ഷെ നിഴലെടുക്കാൻ പറ്റില്ല. അതുപോലെ ഈ മായ ഇല്ലാത്തതാണെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നും. ആ മായാശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവുക. അത് യഥാർത്ഥത്തിൽ പരസ്യാനുഭവാത്മന നഘടേത് അർത്ഥസംബന്ധ സ്വപ്നദൃഷ്ടി വാഞ്ചസ, സ്വപ്നത്തിൽ കാണുന്ന പോലുള്ള അനുഭവമാണ് മായ എന്ന്. എന്താ? സ്വപ്നത്തിൽ ഇല്ലാത്തതൊക്കെ നമ്മൾ കാണാറില്ലേ? ഇല്ലേ? അനുഭവം അത് സത്യമല്ലേ? സ്വപ്നത്തിൽ അനുഭവിക്കുമ്പോൾ സത്യമല്ലേ? സ്വപ്നത്തിൽ ചൂടുള്ള കാപ്പി കിട്ടിയാൽ ഊതിയല്ലേ കുടിക്കുള്ളൂ? സ്വപ്നത്തിൽ ചൂടുള്ള കാപ്പി കിട്ടിയാൽ ഊതി കുടിക്കും. അത് സത്യമല്ലേ? സ്വപ്നത്തിൽ അനുഭവിക്കുമ്പോൾ സത്യമാണെന്ന് തോന്നും. അതുപോലെയാണ് ഈ പ്രപഞ്ചാനുഭവങ്ങൾക്ക്. അനുഭവത്തിൽ സത്യമാണ്. അനുഭവകാലം പോയാൽ സമീഹ നാരായണയ്യ എന്ന് പാടിയില്ലേ? അനുഭവകാലത്ത് മാത്രം സത്യമാണ്. ഈ പ്രപഞ്ചം എന്ന് നമുക്ക് തോന്നുന്ന ഈ പ്രതിഭാസം അതൊരു മായാശക്തിയാണ്. ഉണ്ടെന്ന് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ അത് ഇല്ലാത്തതാണെന്ന് പറയാൻ വയ്യ, നിഷേധിക്കാൻ പറ്റില്ല. അനുഭവത്തിലുണ്ട്, പക്ഷേ പരിശോധനയിൽ ഇല്ലാത്തതാണ്. പരിശോധിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്ന സാധനം ഇല്ല എന്ന് നമുക്ക് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ മനസ്സിലാവുമോ? വസ്ത്രം ഉണ്ടെന്ന് നമുക്ക് തോന്നും. പരിശോധിക്കുന്ന ആൾക്കല്ലേ അത് നൂലാണെന്ന് മനസ്സിലാവുള്ളൂ. പരിശോധിക്കാത്ത ആൾക്കോ? പരിശോധിക്കാത്ത ആൾക്കത് വെറും വസ്ത്രമാണ്. അപ്പോൾ പരിശോധന, ഈ അന്വേഷണ ബുദ്ധി വരുമ്പോഴാണ് പ്രപഞ്ച രഹസ്യം നമുക്കറിയാൻ സാധിക്കുക. അന്വേഷണ ബുദ്ധിയാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അത് 8ാമത്തെ അധ്യായത്തിൽ അനേകം ചോദ്യങ്ങൾ ചോദിക്കും. ബ്രഹ്മണ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ ഗുണസ്യജ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. നാരദ മഹർഷിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവെന്ന് ചോദിക്കുകയാണ്. അവിടെ നിന്നാണ് തുടക്കം, ചോദ്യങ്ങളുടെ തുടക്കം. അതുകൊണ്ടാണ് അധ്യായത്തിന് പ്രശ്നവിധി എന്ന് പേര് വന്നത്. അനേകം കഥകൾ ചോദിച്ചു, അനേകം കാര്യങ്ങൾ ചോദിച്ചു. അതിലൊന്നാമത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാനോട് ചോദിച്ചു, ഏതദ് വേദത്തിൽ ഇച്ഛാമി. 8ാമത്തെ അധ്യായത്തിൽ കാണാം. ഏതദ് വേദത്തിൽ ഇച്ഛാമി. വേദം എന്ന് വെച്ചാൽ അറിയാൻ. ഇതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ്? ഭഗവാന്റെ മായാശക്തിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞല്ലോ. എന്തുപോലെ ഒരു ഇന്ദ്രജാലക്കാരൻ, മാജിക്കുകാരൻ പലതും സൃഷ്ടിക്കും. നമുക്ക് സത്യമാണെന്ന് തോന്നില്ലേ? ഇല്ലേ? അപ്പോൾ സത്യമാണെന്ന് തോന്നും. പക്ഷേ ഒരാൾക്ക് സത്യമല്ല എന്നറിയാം. ആർക്കറിയാം? മാജിക്കുകാരനറിയാം. അല്ലേ? നമുക്കല്ലേ സത്യമാണെന്ന് തോന്നുള്ളൂ. ഈശ്വരനെ സംബന്ധിച്ച് ഇത് മായയാണെന്ന് ഈശ്വരനറിയാം, നമുക്കറിയില്ല. നമ്മളതിൽ ഭ്രമിച്ചു പോവും. അപ്പോൾ എന്താണ് ഈ മായാശക്തി? ഏതദ്വേദത്തും ഇച്ഛാമി ഹരേർ അത്ഭുതകർമ്മണ. ഭഗവാന്റെ അത്ഭുതകരമായ മായാശക്തി എന്താണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഈ ഓരോ ജീവാത്മാക്കളും ശരീരം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അത് എന്തെങ്കിലും കാരണം കൊണ്ടാണോ? അത് യാദൃശ്ചികമായിട്ടാണോ? അത് 7ാമത്തെ ശ്ലോകത്തിൽ കാണാം. യഥാതുപദോ ബ്രഹ്മൻ ദേഹാരംഭോസ്യ ധാതുഭി യദൃച്ഛയാ ഹേതുനാവ. യാദൃശ്ചികമായിട്ടാണോ? എന്തെങ്കിലും കാരണം കൊണ്ടാണോ ശരീരം എടുക്കുക? ഒരു ജീവന് ശരീരത്തിൽ പ്രവേശിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ജന്മം കിട്ടിയത്? എന്തെങ്കിലും കാരണം കൊണ്ടാണോ? യാദൃശ്ചികമായിട്ടാണോ?
വെറുതെ ഇങ്ങനെ പോകുമ്പോൾ കയറിയതാണോ എന്നർത്ഥം, യാദൃശ്യമായിട്ട്? അങ്ങനെയാണോ അതോ പ്രത്യേക കാരണം കൊണ്ടാണോ ശരീരം കിട്ടിയത്? യദൃച്ഛയ ഹേതുനാവ ഭവന്തോ ജാനതേ യഥ. എന്തുകൊണ്ടാണ് ജീവാത്മാവിന് ശരീരബന്ധം ഉണ്ടാവുക? അതെന്തെങ്കിലും കർമ്മഫലമായിട്ടാണോ അതോ യാദൃശ്ചികമായിട്ട് ശരീരം കിട്ടുന്നതാണോ? എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുകയാണ്. പിന്നെ ചോദിച്ചു, ഈ പ്രപഞ്ചത്തിൽ അനേകം സൃഷ്ടികളുണ്ടല്ലോ, ഈ സൃഷ്ടികളൊക്കെ കൂടിച്ചേർന്നാണ് വിരാട് പുരുഷൻ. അത് വിരാട് പുരുഷനിൽ നിന്ന് സൃഷ്ടികളുണ്ടായതാണ്. അങ്ങനെ 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കുക. പിന്നെ ഇതിനെ വിസ്തരിച്ച് ചോദിച്ചു. എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞ, യുഗങ്ങളെക്കുറിച്ച് വരണം, കാലത്തിനെക്കുറിച്ച് പറഞ്ഞു തരണം, അതേപോലെ തത്വങ്ങളുടെ ലക്ഷണം പറഞ്ഞു തരണം. ഇങ്ങനെ അനേകം ചോദ്യങ്ങളാണ് ബ്രഹ്മാവിനോട് നാരദൻ ചോദിച്ചത്. അപ്പോൾ നാരദൻ്റെ ചോദ്യം കേട്ടപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഈ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണം, ഈ കഥകൾ എത്ര കേട്ടാലും എനിക്ക് മതിയാവില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ശ്രദ്ധ. അതുകൊണ്ടാണ് ബ്രഹ്മാവ് നാരദനെ ഉപദേശിച്ചത്. ബ്രഹ്മാവിനോട് നാരദൻ ചോദിച്ചത്, ചോദ്യം ആദ്യം മനസ്സിലാക്കണം. എന്താ ചോദ്യം? അച്ഛൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത്? അതെന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ അതിന് 3 ശക്തികൾ വേണ്ടേ? എന്താ 3 ശക്തികൾ അറിയോ? ഒന്ന് അറിവ്, ജ്ഞാനശക്തി. രണ്ടാമതോ ദ്രവ്യശക്തി. മൂന്നാമത് ക്രിയാശക്തി, കർമ്മശക്തി എന്നും പറയും. ഇതുകൊണ്ടാണ് ദേവി മഹാത്മ്യത്തിലൊക്കെ യാ ദേവി സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത എന്നൊക്കെ പറയണില്ലേ, അല്ലേ? ഇപ്പോൾ ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനെക്കുറിച്ച് അതിന് അറിവുണ്ടാവണം. എന്താണ് സൃഷ്ടിക്കാൻ പോകണമെന്ന് അറിയണം. ഒരു കെട്ടിടം പണിയണമെങ്കിൽ ആ കെട്ടിടത്തിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവണ്ടേ? അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ വേണ്ടേ? അത് വെറുതെ ഒരു കെട്ടിടം പണിയാൻ പറ്റുമോ? ചെറിയ കാര്യത്തിന് അത് ഒരു കൂട്ടാൻ വയ്ക്കണമെങ്കിലോ, ഒരു കൂട്ടാൻ വയ്ക്കണമെങ്കിലോ കൂട്ടാനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടേ? അല്ലെങ്കിൽ ഉണ്ടായി കഴിയുമ്പോൾ പറയാം അങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ആദ്യം വേണ്ടത് എന്താ? ജ്ഞാനശക്തി. ആ വാക്ക് ഓർമ്മിക്കണം, ജ്ഞാനശക്തി. രണ്ടാമത് എന്ത് വേണം? അതിന് മെറ്റീരിയൽ, വസ്തുക്കൾ വേണ്ടേ? ദ്രവ്യം വേണ്ടേ? ഇപ്പോൾ കെട്ടിടം പണിയണമെങ്കിൽ അതിന് കല്ലും കുമ്മായവും മണ്ണും സാധനങ്ങളൊക്കെ വേണ്ടേ? ഒരു കൂട്ടാൻ വയ്ക്കണമെങ്കിൽ അതിന് കഷ്ണങ്ങളും സാധനങ്ങളൊക്കെ വേണ്ടേ? അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വേണം. രണ്ടാമത്. മൂന്നാമത് എന്ത് വേണം? ആലോചിച്ച് നോക്കുക. എന്ത് വേണം? കർമ്മശക്തി വേണം. കർമ്മം ചെയ്താലേ അത് കൂടിച്ചേരുള്ളൂ. ചായപ്പൊടി ഒരു സ്ഥലത്തും പാലൊരു സ്ഥലത്തും പഞ്ചസാര ഒരു സ്ഥലത്തും വെള്ളം ഒരു സ്ഥലത്ത് ഇരുന്നാൽ അതൊക്കെ ചായയാകുമോ? ഇതൊക്കെ കൂടിച്ചേരണ്ടേ? ഈ കൂട്ടിച്ചേർക്കുന്നൊരു ശക്തിയില്ലേ, അല്ലേ? ഈ 3 ശക്തികൾ ചേർന്നാലേ ഏത് സൃഷ്ടിയും നടക്കും. മനസ്സിലായോ? ഇതൊക്കെയാ ജ്ഞാനശക്തി, ദ്രവ്യശക്തി, ക്രിയാശക്തി. ഈ 3 ശക്തി ഇല്ലാതെ ഒരു സൃഷ്ടിയും നടക്കില്ല. ഇപ്പോൾ ബ്രഹ്മാവിനോട് നാരദൻ ചോദിക്കണം, അച്ഛൻ ഈ കഴിവൊക്കെ ആര് തന്നു? എന്ത് കഴിവ്? ജ്ഞാനശക്തി ആര് തന്നു? പിന്നെ ദ്രവ്യശക്തി ആര് തന്നു? ക്രിയാശക്തി ആര് തന്നു? കാരണം നാരദൻ്റെ വിചാരം ബ്രഹ്മാവാണ് ആദ്യത്തെ ആളെന്നാണ്, തൻ്റെ അച്ഛനാണ് ആദ്യത്തെ ആളെന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാനല്ല സൃഷ്ടിച്ചത്, ഈ 3 ശക്തികളും എനിക്ക് ഭഗവാനാണ് തന്നത്. അപ്പോൾ ഭഗവാന്റെ ശക്തി കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു എന്നല്ലാതെ എൻ്റെ കഴിവല്ല. അതായത് ഗീതയിൽ പറയില്ലേ, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ആരാ കാരണക്കാരൻ? നീ വെറും ഉപകരണം മാത്രം, കാരണക്കാരൻ വേറെയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഈ 3 ശക്തിയും ഭഗവാനാണ് തന്നത്. എന്തുപോലെ ചട്ടുകം പായസം ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ചട്ടുകം പായസം ഉണ്ടാക്കിയെന്ന് പറയുമോ? ആണോ? അമ്പലത്തിൽ പായസം നന്നായി, പിറ്റേ ദിവസം ചട്ടുകത്തിനൊരു സ്വീകരണം, അങ്ങനെ പതിവുണ്ടോ? സ്വീകരിക്കണമെങ്കിൽ ആരെ സ്വീകരിക്കണം? ആരെ? പായസം ഉണ്ടാക്കിയുള്ള സ്വീകരിക്കണ്ടേ? അതേപോലെ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ വെറും ചട്ടുകം മാത്രമാണ്, ഞാനല്ല ചെയ്തത്, എനിക്ക് വേണ്ട 3 ശക്തിയിൽ നിന്ന് ഭഗവാനാന്ന് പറഞ്ഞു, ഈശ്വരനാണ് തന്നത്. അപ്പോൾ ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇവിടുത്തെ സംഭവം അതാണ്. ബ്രഹ്മാവ് എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഈ 3 ശക്തികളും തനിക്ക് തന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നാരദൻ പറഞ്ഞു, എനിക്ക് ആ കഥ വിസ്തരിച്ച് കേൾക്കണം. അത് എത്ര കേട്ടാലും മതിയാവില്ല എന്നാണ്. കാരണം നാരദ മഹർഷി അത്ര ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുകൊണ്ടാണ് ബ്രഹ്മാവ് നാരദ തന്നെ ഉപദേശിച്ചത്. ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ ഉപദേശം സ്വീകരിക്കുന്ന ആൾക്ക് ആദ്യം വേണ്ട ഗുണം എന്താണെന്നറിയോ? എന്താ? ശ്രദ്ധ. ഗീതയിൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ ഉണ്ടെങ്കിൽ അറിവുണ്ടാവുള്ളൂ. ശ്രദ്ധയില്ലാത്തതിന് എത്ര പറഞ്ഞാലും, നമ്മൾ മലയാളത്തിൽ ശൈലി പറയാറില്ലേ, കുടം കമത്തി വെച്ചിട്ട് എത്ര വെള്ളം ഒഴിച്ചാലും ഒരു പ്രയോജനമില്ല.
അപ്പോൾ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രഹ്മാവിന് മനസ്സിലായി തൻ്റെ മകനായിട്ടുള്ള നാരദന് നല്ല ശ്രദ്ധയുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നാരദനോട് പറഞ്ഞത്. അത് നാരദനെ കൊണ്ട് ചോദിപ്പിച്ചത് അതുകൊണ്ടാണ്. നാരദൻ ചോദിച്ചാലേ ബ്രഹ്മാവ് അത് പറയുള്ളൂ, വേറെ ആരും ചോദിച്ചാൽ പറയില്ല. കാരണം ഇത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി രഹസ്യമാണ്, നമ്മുടെ ഭാഷ ട്രേഡ് സീക്രട്ടാണ്, അതെല്ലാവരും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മകൻ ചോദിച്ചാലേ പറയുള്ളൂ. അതുകൊണ്ട് മകനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇത് പിബന്ധോ അച്യുത പീയൂഷം അന്യത്ര കുവിതാദ്വിജാൽ, എത്ര കേട്ടാലും ഇത് മതിയാവില്ല എന്ന് പരീക്ഷിതും പറയണ്ടല്ലോ. ദശമസ്കന്ധത്തിൽ പിബന്ധം ത്വന്മുഖാംഭോജ ച്യുതം ഹരികഥാമൃതം, കഥ എത്ര കേട്ടാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ ആത്മമായാമൃതേ രാജൻ, ഇതൊക്കെ ഭഗവാന്റെ മായാശക്തി കൊണ്ടുണ്ടാകുന്ന തോന്നലുകളാണ്. സത്യമല്ല എന്നല്ല, എന്തുപോലെ സ്വപ്നത്തിലെ സത്യം പോലെയുള്ളൂ എന്നർത്ഥം. സ്വപ്നത്തിൽ സത്യമാണ്, സ്വപ്നത്തിൽ അനുഭവിക്കുമ്പോൾ അതൊക്കെ സത്യം തന്നെയാണ് അല്ലേ. വിശപ്പുണ്ട്, ദാഹമുണ്ട്, മഴയുണ്ട്, വെടിക്കെട്ട് കത്തുണ്ട്, പൂരം കാണാനുണ്ട് അല്ലേ, അതിനിടയ്ക്ക് ആന ഓടിയപ്പോൾ നമ്മൾ ഓടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഉണർന്നു കഴിയുമ്പോഴോ, സ്വപ്നത്തിൽ തലവേദന എന്ന് പറഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകാറുണ്ടോ? ഓ, സ്വപ്നം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അതേപോലെ ഈ കാണുന്ന പ്രപഞ്ചാനുഭവങ്ങളൊക്കെ അനുഭവകാലം പോയാൽ സമീഹ അല്ലേ, അങ്ങനെ ഇതില്ലേ, അനുഭവകാലം പോയാൽ സമീഹ, അനുഭവം കഴിഞ്ഞാൽ ഇതൊന്നും സത്യമല്ല. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ ബഹുരൂപൈവാഭാതി മായയാ ബഹുരൂപയാ, ഭഗവാന്റെ മായാശക്തി കൊണ്ട് അനേകമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. രമമാണോ ഗുണേശ്വസ്യ മമ അഹമിതി മന്യതേ. അതുകൊണ്ട് എന്ത് പറ്റും, മമ അഹം എന്നുള്ള തോന്നലുണ്ടാവും. മമ എന്ന് വെച്ചാൽ എൻ്റെ, അഹം എന്ന് വെച്ചാൽ ഞാൻ. മായ കൊണ്ടാണ് എൻ്റെ തന്നെ ഞാൻ എന്നുള്ള തോന്നലുണ്ടാവുക. ഞാൻ എന്നുള്ള തോന്നൽ നമുക്കൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ട പോലെയല്ല. ഞാൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഞാൻ എന്ന് പറയാറില്ലേ, ആരാ ഉദ്ദേശിക്കുന്നത്? ആരാ? ശരീരത്തിനെയാണോ, മനസ്സിനെയാണോ, ബുദ്ധിയാണോ? ഏതാ? ഞാൻ 1980 ഏപ്രിൽ മാസം 1-ാം തീയതി ജനിച്ചു. എന്നാൽ എൻ്റെ ഗുണം കാണാനുണ്ടെന്നർത്ഥം. അതാര് ജനിച്ചു എന്നാണ് പറഞ്ഞത്? ശരീരം ജനിച്ചു എന്നാണ് പറഞ്ഞത്. ശരീരം ഞാനാണോ? ആണോ? ഞാൻ ശരീരം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പിന്നെന്താ പറയുക? എൻ്റെ ശരീരം. എൻ്റെ എന്ന് എന്തിനെക്കുറിച്ച് പറഞ്ഞാലും ഞാനല്ലല്ലോ, ആണോ? എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാനാണോ? ആണോ? എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാനാണോ? എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാനാണോ? എൻ്റെ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാനാണോ? എൻ്റെ എന്ന് എന്തിനെക്കുറിച്ച് പറഞ്ഞാലും ഞാനല്ല. പക്ഷേ നമ്മളെന്താ പറയുക, എൻ്റെ ശരീരം. അപ്പോൾ എൻ്റെ ശരീരം ഞാനാണോ? ആണോ? എൻ്റെ എന്നല്ലേ പറഞ്ഞത്. മനസ്സ് ഞാനാണോ? ഞാൻ മനസ്സെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പിന്നെന്താ പറയുക? എൻ്റെ. അപ്പോൾ മനസ്സ് ഞാനാണോ? എൻ്റെ മനസ്സല്ലേ. ബുദ്ധി, ഞാൻ ബുദ്ധി എന്ന് ബുദ്ധിയുള്ളവരാരും പറയാറില്ല അല്ലേ. ഞാൻ ബുദ്ധി എന്ന് ആരാ പറയുക? ബുദ്ധിയില്ലാത്തവർ പറയും എൻ്റെ ബുദ്ധി എന്നാണ് പറയുക. അപ്പോൾ ബുദ്ധി ഞാനാണോ? ആണോ? അപ്പോൾ ശരീരം ഞാനല്ല, എൻ്റെ ശരീരമാണ്. മനസ്സ് ഞാനല്ല, എൻ്റെ മനസ്സാണ്. ബുദ്ധി ഞാനല്ല, എൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ ഞാനാരാ? കുഴപ്പമായി അല്ലേ? കുറച്ച് സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ് കൊളാക്കിയെന്ന് പറയില്ലേ. ഇതിനെ മൂന്നിനെ അറിയുന്ന ആളാണ് ഞാൻ. എൻ്റെ ശരീരത്തിനെ ഞാൻ അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ ശരീരം മാറിയില്ലേ. ഈ മാറ്റത്തിന് ആരറിഞ്ഞു? 1 വയസ്സിലെ ശരീരമല്ല 10 വയസ്സിലെ ശരീരം, 10 വയസ്സിലെ ശരീരമല്ല 50 വയസ്സിലെ ശരീരം. മാറിയില്ലേ. ഈ മാറ്റത്തിന് ആരറിഞ്ഞു? ഞാനറിഞ്ഞു. എൻ്റെ ശരീരം മാറുന്നത് ഞാനറിഞ്ഞു അല്ലേ. ഇതിൻ്റെ എളുപ്പവഴിയുണ്ട്. ഒരു കുട്ടിയുടെ 1-ാമത്തെ പിറന്നാളിന് ഒരു പടം എടുത്ത് വയ്ക്കുക, 2-ാമത്തെ പിറന്നാൾ, ഇങ്ങനെ എല്ലാ പിറന്നാളിനും ഓരോ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഒരു ശതാഭിഷേകത്തിൻ്റെ അന്ന് നിരത്തി വെച്ചിങ്ങനെ നോക്കുക. അപ്പോൾ ഞാനാരാന്ന് മനസ്സിലാവും. അപ്പോൾ എത്ര മാറ്റം വന്നു. ഈ മാറ്റത്തിനൊക്കെ ആരറിഞ്ഞു? ഞാനറിഞ്ഞില്ലേ. അപ്പോൾ ഞാനിതിനെ അറിയുന്ന ആളാണ്, ഞാനതല്ല. ശരീരം ഞാനല്ല, ശരീരത്തിനെ അറിയുന്ന ആളാണ് ഞാൻ. മനസ്സിനെയോ അറിയില്ലേ. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല, ഇത് രണ്ടും ആരറിഞ്ഞു? എനിക്ക് മനസ്സിലായി എന്ന് ഞാനറിഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്ന് ആരറിഞ്ഞു? ഞാനറിഞ്ഞു. മനസ്സ് ഞാനാണോ? എനിക്ക് ബുദ്ധിയുണ്ടെന്നും ബുദ്ധിയില്ല എന്നും. ബുദ്ധിയില്ല എന്ന് ഞാൻ മാത്രമല്ല, മറ്റുള്ളവരും ചിലപ്പോൾ അറിയും. അപ്പോൾ ബുദ്ധിയുണ്ടെന്നും ബുദ്ധിയില്ല എന്ന് ആരറിഞ്ഞു? ഞാനറിഞ്ഞു. അപ്പോൾ ഞാൻ ബുദ്ധിയാണോ? ആലോചിച്ച് നോക്കാം അല്ലേ. ഇങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതൊന്നും വലിയ ശാസ്ത്രമൊന്നുമല്ല, നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ മനസ്സിനെയും
ബുദ്ധിയെയും ശരീരത്തിനെയും അറിയുന്ന ഒരു ബോധമില്ലേ എന്നിൽ? അതല്ലേ സത്യം. മറ്റതൊക്കെ മാറിയില്ലേ? അപ്പോൾ ഈ മാറ്റങ്ങൾ അറിയാതെ അഹം ശരീര, ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണെന്ന് വിചാരിക്കില്ലേ? ഇതാണ് ഒന്നാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം എന്താ വെച്ചാൽ മമ, എൻ്റേതാണെന്ന് വിചാരിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് എൻ്റേതാണോ? ആണോ? ശരീരം എൻ്റെയാണോ? ഗർഭത്തിൽ കിടക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു ശരീരം. ശരീരത്തിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ വയ്യ. അമ്മ കഴിക്കുന്ന ആഹാരം ദഹിപ്പിച്ച് നേരെ നമ്മുടെ വയറ്റിലേക്ക് തരികയല്ലേ എന്ന് ചെയ്തത്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ എന്ന്. അപ്പോൾ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഈ ശരീരം അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ജനിച്ചു കഴിഞ്ഞാലോ രക്ഷകർത്താക്കളാണ് രക്ഷിക്കുക. അപ്പോൾ അവരുടെ ശരീരമാണ് കുട്ടികളെ രക്ഷിക്കുന്ന രക്ഷകർത്താക്കളല്ലേ. വിവാഹം കഴിഞ്ഞ് ദമ്പതിമാരായാലോ രണ്ടുപേർക്കും പരസ്പരം ശരീരത്തിൽ അവകാശമുണ്ട്. ദമ്പതിമാരായാൽ വാർദ്ധക്യം വന്നാലോ, വയസ്സായി ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കിടത്തുമ്പോഴോ അവിടുത്തെ ഡോക്ടർമാരുടെ നഴ്സുമാരുടെ ശരീരമാണ്. തിരിഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തിരിഞ്ഞെടുക്കാം, കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട, കാല് പൊക്കി വയ്ക്കാൻ പറഞ്ഞാൽ പൊക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ശരീരമാണോ? അപ്പോൾ അവരുടെ അത് കഴിഞ്ഞ് മരിച്ചാലോ, ആരുടെ ശരീരം? നാട്ടുകാർ കൊണ്ട് കത്തിക്കാനുള്ള സാധനം. എപ്പോഴാണ് നമ്മുടെ ശരീരമായത്? എന്നിട്ട് നമ്മളെന്താ പറയുക, എൻ്റെ ശരീരം. എൻ്റെ ശരീരമല്ല, പ്രകൃതിയുടെയാണ് ശരീരം. ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുമോ? ഓ, ശരീരത്തിനോട് വിശക്കണ്ടെന്ന് പറഞ്ഞു നോക്കൂ, വിശക്കാതിരിക്കുമോ? ഓ, അപ്പോൾ നമ്മൾ പറയുന്ന പോലെ അനുസരിക്കുന്ന സാധനമല്ല ശരീരം, അത് പ്രകൃതിയുടെ അംശമാണ്. ആ ശരീരം ഞാനാണെന്നുള്ള തോന്നൽ വരുമ്പോൾ എന്ത് പറ്റും? ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റേതാണെന്ന് തോന്നൽ വരും. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അല്ലേ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ സഹോദരന്മാരൊക്കെ എൻ്റെ ഇങ്ങനെ അനന്തമായ എൻ്റെ, അവസാനമില്ലാത്ത എൻ്റെ വരും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതെന്തെങ്കിലും എൻ്റെ ആണോ? നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകണമില്ലല്ലോ, പിന്നെ എങ്ങനെ എൻ്റെ ആവുക? എൻ്റേതാണെങ്കിൽ ഞാൻ കൊണ്ടുപോകണ്ടേ മരിക്കുമ്പോൾ? ഇതെൻ്റെ വസ്ത്രമാണെന്ന് പറയും. മരിക്കുമ്പോൾ ഈ വസ്ത്രം ഞാൻ കൊണ്ടുപോകാറുണ്ടോ? അതല്ലേ പറഞ്ഞില്ലേ, ചത്തു പോകുന്ന നേരം വസ്ത്രമത് പോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തനും. മരിച്ചു പോകുമ്പോൾ ഉടുത്ത വസ്ത്രം പോലും നമ്മൾ കൊണ്ടുപോകണില്ല. ഓ, ഇവിടുന്ന് മുണ്ട അവിടെ പോയി, മരിച്ച ആൾ എടുത്തുകൊണ്ട് പോയി, അങ്ങനെ പറയാറുണ്ടോ? ഉടുത്ത വസ്ത്രം പോലും എൻ്റെ അല്ലല്ലോ, പിന്നെ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എൻ്റെ. അതിന് ഭാഗവതൊരു ഉദാഹരണം പറയും. ഒരു സാധനം ഒരു പീടികയിലിരിക്കുമ്പോൾ അതറിയാ പീഡിയക്കാരൻ്റെ സാധനമാണ്, അല്ലേ? നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോഴോ എൻ്റെ സാധനമായി. ഞാനതുകൊണ്ട് ഒരു കല്യാണത്തിന് സമ്മാനം കൊടുക്കുമ്പോഴോ അപ്പോൾ ആരെയാ സാധനം? അറിയാം, ഒന്നുമില്ല. ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ സ്ഥലമായി, ഇല്ലേ? കസേരയുമൊക്കെ അങ്ങനെയല്ലേ? സപ്താഹത്തിനൊക്കെ ചില ആളുണ്ട്, ചില സീറ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ സീറ്റാണ്. വണ്ടി കയറുമ്പോൾ ഇത് എൻ്റെ സീറ്റ് എവിടം വരെ? ഇവിടുന്ന് ഡൽഹിക്ക് പോവാണ്, പ്ലെയിനിൽ കയറുമ്പോൾ ഡൽഹിയിൽ എത്തണ വരെ എൻ്റെ സീറ്റാണ്. ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലോ എൻ്റെ സീറ്റാണോ? ഇതുപോലെയുള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുമ്പോഴൊക്കെ എൻ്റെ ആണെന്ന് തോന്നും. അപ്പോൾ അഹം മമ എന്നുള്ള രണ്ട് ഭാവങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അല്ലെങ്കിലോ ഇതൊന്നും എൻ്റേതല്ല എന്നും ഇതൊന്നും ഞാനല്ല എന്നും വിചാരിച്ചാൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. പ്രശ്നം വരാൻ കാരണം ഈ ബന്ധമാണ് പ്രശ്നം. അതാണ് ഇവിടെ പറഞ്ഞു മമാഹമിതി മന്യതേ. അത് 9-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം. മമ അഹം ഇതി മന്യതേ. മന്യത എന്ന് വെച്ചാൽ എന്താ? വിചാരിക്കുന്നതർത്ഥം. എൻ്റേതെന്ന് വിചാരിക്കലേ ഉള്ളൂ. സത്യമാണോ? വിചാരിക്കലേ ഉള്ളൂ, സത്യമല്ല. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എൻ്റേതല്ലെന്നും ഞാനിവിടെ വന്ന ആളാണ്, ഈ ബന്ധങ്ങളൊക്കെ വന്നതിന് ശേഷം ഉണ്ടായതല്ലേ സത്യത്തിൽ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. പിന്നെ ഇതൊക്കെ നമ്മുടേതാണെന്ന് വിചാരിക്കുകയല്ലേ. ഇതാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അപ്പോൾ ഈ മായ, ഭഗവാന്റെ തന്നെ ശക്തിവിശേഷമായ മായ കൊണ്ട് എന്ത് തോന്നും? ഇതൊക്കെ ഞാനാണെന്നും എൻ്റേതാണെന്നും തോന്നുന്നു. ഇതാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് ആദ്യം തന്നെ പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവ് ഉണ്ടായ കഥ പറഞ്ഞു. താനുണ്ടായ കഥ ബ്രഹ്മാവ് തന്നെ പറയാണ്. അതെന്താ? വലിയൊരു കഥയാണ്, നമുക്കത് മുഴുവൻ വിസ്തരിക്കാൻ സമയമില്ല. ആദ്യം ഉണ്ടായത് തത്വങ്ങളാണ്. തത്വങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ എന്ന് വെച്ചാൽ ആറ്റംസ്. പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണ് അറിയോ? ഭൂതം എന്ന് കേൾക്കുമ്പോൾ ഉടനെ വേറെ ഭൂതത്തിനൊന്നും വിചാരിക്കേണ്ട. ഭൂതം എന്ന് വെച്ചാൽ ഉണ്ടായെന്ന് അർത്ഥമുള്ളൂ. പഞ്ചഭൂതങ്ങൾ 5 എന്തൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ക്രമത്തിൽ തന്നെ പറയണം, ക്രമം തെറ്റിയ വ്യത്യാസം വരും. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി.
അതിലെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ആകാശത്തിന് ഒരു ഗുണമേ ഉള്ളൂ. ആകാശത്തിന് പറഞ്ഞാൽ എന്താ, ഈ കാണുന്ന മുകളിൽ കാണുന്ന ആകാശമല്ല, സ്പേസ് എന്നർത്ഥം. സ്പേസ്. ആകാശത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ സ്പേസ് വേണം. അപ്പോൾ ആകാശത്തിന് ഒരു ഗുണമേ ഉള്ളൂ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആകാശത്തിന് ഒരു ഗുണമേ ഉള്ളൂ. ഈ ശബ്ദത്തിനെ അറിയാൻ നമുക്ക് ഈശ്വരനൊരു ഉപകരണം തന്നിട്ടുണ്ട്. അതെന്താ? ചെവി ഇല്ലെങ്കിൽ ശബ്ദം ഉണ്ടെന്ന് നമ്മളറിയോ? ചെവി കേൾക്കാത്ത ഒരാളുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു പടക്കം പൊട്ടിച്ചാൽ ഇതെന്താ അവിടെ പോകാമെന്ന് ചോദിക്കും, അല്ലേ? ശബ്ദം കേൾക്കില്ല. അപ്പോൾ ശബ്ദം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയം വേണ്ടേ? ചെവി ഉണ്ടായാൽ മാത്രം പോരാ, മനസ്സും കൂടി അവിടെ വേണം. ചിലപ്പോൾ ഇവിടെ നിങ്ങൾ കേൾക്കണ്ടാവും, മനസ്സിവിടെ ഇല്ലെങ്കിലോ? ഇപ്പോൾ ഈ കേൾക്കുന്ന ആളുകളെല്ലാവരെയും മനസ്സിവിടെയുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? മനസ്സ് ഈശ്വരനൊരു അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ. അടുത്തിരിക്കുന്ന ആൾ നമ്മുടെ ശരീരം മാത്രമേ കാണുള്ളൂ, മനസ്സ് കാണില്ല. അതുകൊണ്ട് നല്ല സൗകര്യമാണ്. മനസ്സ് ഇവിടെ ഇല്ലെങ്കിലോ എന്തു പറയും? മനസ്സിലായില്ല, അല്ലേ? ഇങ്ങനെയല്ലേ പറയാ? മനസ്സിലായില്ല. മനസ്സിലാവണമെങ്കിൽ മനസ്സിലൂടെ വേണ്ടേ? അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ആകാശം, അതിൻ്റെ ഗുണം ശബ്ദം അറിയാനുള്ള ഉപകരണം ചെവി, അതറിയാനൊരു മനസ്സ്, ഇത്ര വേണ്ടേ? പിന്നെ ശബ്ദം തന്നെ രണ്ട് വിധമുണ്ട്, സ്ഥൂലവും സൂക്ഷ്മമുണ്ട്. കേൾക്കാവുന്ന ശബ്ദവും കേൾക്കാൻ പറ്റാത്ത. അപ്പോൾ 5ആയിട്ട് പറയും. ആകാശം, ശബ്ദത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ, പിന്നെ ശ്രോത്രേന്ദ്രിയം, മനസ്സ്. ഇത് 5ഉം ചേരുമ്പോൾ ഒരു ഭൂതം പൂർണ്ണമാവുള്ളൂ. രണ്ടാമത്തെ ഉണ്ടായത് എന്താ? ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായുവിന് 2 ഗുണമുണ്ട്. എന്തൊക്കെയുണ്ട്? ശബ്ദം എന്നൊരു ഗുണമുണ്ട്. പിന്നെ വായു നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ അറിയും, സ്പർശമുണ്ട്, അല്ലേ? വായുവിന് 2 ഗുണങ്ങളുണ്ട്. ഈ സ്പർശത്തിനെ അറിയാൻ നമുക്കുള്ള ഇന്ദ്രിയമാണ് ഏത്? ത്വകേന്ദ്രിയം, തൊലി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗനാണ് ത്വക്ക്. അത് ഇതുപോലെ തന്നെ 5 ഭാഗമുണ്ട്. അത് കഴിഞ്ഞാലോ പിന്നെ അതിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നിക്കുള്ള ഗുണം എന്താ വെച്ചാൽ ശബ്ദമുണ്ട്. ആദ്യം പറഞ്ഞ 2 ഗുണമുണ്ട്. ശബ്ദമുണ്ട്, ഇല്ലേ? തീ കത്തുമ്പോൾ ശബ്ദം കേൾക്കും. തൊട്ടാലോ വേഗം അറിയും, അല്ലേ? അഗ്നി തൊട്ടാൽ വേഗം അറിയും. പിന്നെ അഗ്നിക്കുള്ള ഗുണം എന്താ? കാണാം. ശബ്ദം കാണാൻ പറ്റുമോ? സ്പർശം കാണാൻ പറ്റുമോ? അഗ്നിയെ കാണാൻ പറ്റുള്ളൂ. അഗ്നിയുടെ ഗുണമാണ് രൂപം അറിയാനുള്ള. രൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, ആകൃതി മാത്രമല്ല, അതിൻ്റെ നിറവും പെടും. ആകൃതി നമുക്ക് തൊട്ട് നോക്കിയാലും അറിയാം. ഈ പുസ്തകം നമുക്ക് തൊട്ട് നോക്കിയാൽ ചതുരത്തിലാണെന്ന് അറിഞ്ഞൂടെ? പക്ഷെ പുസ്തകത്തിന് നിറം അറിയാൻ പറ്റുമോ? തൊട്ട് നോക്കിയാൽ നിറം അറിയോ? നിറം അറിയണമെങ്കിൽ എന്ത് വേണം? കണ്ണ് തന്നെ വേണം, അല്ലേ? ജന്മനാ കണ്ണ് കാണാത്ത ഒരാൾക്ക് ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ചന്ദ്രൻ എന്താണെന്ന് ചോദിച്ചാൽ പറയാം. പിന്നെ വെളുത്ത നിറത്തിൽ പപ്പടം പോലെ ഇരിക്കുമെന്ന് പറയാം. ഒരു പപ്പടം എടുത്ത് കൈ കൊടുക്കുക, വട്ടത്തിലാന്നേക്ക് മനസ്സിലായി. ഇതിന് നിറം എന്താ? വെളുപ്പം എങ്ങനെ ഇരിക്കും? പറഞ്ഞു കൊടുക്കാമോ? ജന്മനാ കണ്ണ് കാണാത്ത ഒരാൾക്ക് ഒരു വിധത്തിലും വെളുപ്പം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ കണ്ണെന്ന് പറഞ്ഞ ഇന്ദ്രിയം ഉണ്ടെങ്കിൽ രൂപവും നിറവും അറിയുള്ളൂ, വർണ്ണം അറിയുള്ളൂ. ഇപ്പോൾ നേത്രേന്ദ്രിയമാണ്, അല്ലെങ്കിൽ കണ്ണ് ആണ് രൂപത്തിനെ കാണിച്ചു തരിക. രൂപം അഗ്നിക്ക് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പുള്ള 2നും രൂപമില്ല. വായുവിന് രൂപമില്ല, അതുപോലെ ശബ്ദത്തിന് രൂപമില്ലല്ലോ. അത് കഴിഞ്ഞ് 4മതായിട്ട് ജലത്തിന് ആദ്യം പറഞ്ഞ 3 ഗുണമുണ്ട്. ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്. വെള്ളത്തിന് രൂപമുണ്ടോ? വെള്ളം എവിടെ വയ്ക്കണം അതാണ് അതിൻ്റെ രൂപം. ഒരു പരന്ന പാത്രത്തിൽ വെച്ചാൽ വെള്ളം പരന്നിരിക്കും. ഒരു ഉരുണ്ട പാത്രത്തിൽ വെച്ചാലോ വെള്ളം ഉരുണ്ടിരിക്കും. അല്ല, വെള്ളത്തിന് പ്രത്യേകിച്ച് രൂപമില്ല. എവിടെ ഇരിക്കുന്നതാണ് രൂപം. ജലത്തിന് രൂപമുണ്ട്. ജലത്തിന് രൂപം മാത്രമല്ല, 4മതൊരു ഗുണമുണ്ട്. ജലത്തിന് രസമുണ്ട്. സ്വാദറിയണമെങ്കിൽ വെള്ളം വേണം. വെള്ളമില്ലാണെങ്കിൽ സ്വാദറിയില്ല. അതുകൊണ്ടാണ് രസന എന്നൊരു വാക്ക്. രസനയാണ് പിന്നെ രസനയായത്, അല്ലേ? രസനാണ്. ജലത്തിന് രസമുണ്ട്, വെള്ളത്തിനാണ് രസം. വെള്ളത്തിൻ്റെ സ്വാദ് എന്താ? പച്ചവെള്ളത്തിൻ്റെ സ്വാദ് ഉണ്ടോ? പച്ചവെള്ളത്തിൻ്റെ സ്വാദ് ഉണ്ടോ? ഇല്ല എന്ന് പറയും. ഉണ്ട്. ഒരു നെല്ലിക്ക് എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ച് നോക്കാം. അപ്പോൾ എന്താ അറിയാം? മധുരാധിസ്ഥേന രസ. മധുരമാണ് ജലത്തിൻ്റെ രസം. ഈ മധുരം അറിയണമെങ്കിൽ നാക്ക് ശുദ്ധമാവണം. നമ്മുടെ നാക്ക് ഇപ്പോൾ 2 വിധത്തിലും ശുദ്ധമല്ല, അല്ലേ? കണ്ണിൽ കണ്ടത് ഭക്ഷിച്ചും വായിൽ തോന്നിയത് ഓതിയും. നാക്ക് ശുദ്ധമാകുമ്പോൾ ജലത്തിൻ്റെ രസം അറിയും. അപ്പോൾ ജലത്തിന് 4 ഗുണമുണ്ട്. എന്തൊക്കെയാ? ശബ്ദം, ഓർക്കണ്ട, സ്പർശം, രൂപം, രസം. പിന്നെ ഭൂമി ഉണ്ടായി.
ആ രസം അറിയാനുള്ള ഉപകരണമാണ് രസന. പിന്നെ ഭൂമി ഉണ്ടായി. ഭൂമിക്കുള്ള ഗുണമാണ് ഗന്ധം. ആദ്യം പറഞ്ഞ 4 ഗുണമുണ്ട്: ശബ്ദം, സ്പർശം, രൂപം, രസം. 5-മത് എന്താ? ഗന്ധം. യഥാർത്ഥത്തിൽ ലോകത്തിൽ ഒരു വസ്തുവിനും ഗന്ധമില്ല. ഭൂമിയായിട്ട് സ്പർശിക്കുമ്പോൾ അതിന് ഗന്ധമുള്ളൂ. വെള്ളത്തിന് ശരിക്കും ഗന്ധമില്ല. വെള്ളം ഭൂമിയിലെ ഏതെങ്കിലും സാധനത്തോട് ചേരും, ചന്ദനത്തിനോട് ചേരുമ്പോൾ വെള്ളത്തിന് ചന്ദനത്തിൻ്റെ ഗന്ധം വരില്ലേ? ഗന്ധം അറിയാൻ നമുക്കൊരു ഉപകരണമുണ്ട്. അതാണ് നാസിക, മൂക്ക്. ഗന്ധം ഭൂമിയുടെ ഗുണമായതുകൊണ്ടാവും ഈശ്വരൻ മൂക്ക് താഴത്തേക്ക് വെച്ച് തന്നത് അല്ലേ? മൂക്കെങ്ങനെ മുകളിലേക്ക് ആയിരുന്നെങ്കിലോ കഷ്ടപ്പാടാവും അല്ലേ? ഈശ്വരനെല്ലാം കണക്കാക്കിയാണ് വെച്ച് തന്നിട്ടത്. അപ്പോൾ ഏതായാലും ഈ 5 ഭൂതങ്ങളുടെ തന്മാത്രകൾ കൂടി ചേർന്ന് ബ്രഹ്മാണ്ടം ഉണ്ടായി. അത്രയും നമുക്ക് പറയാം. ബാക്കി ഒരുപാടുണ്ട് അവിടെ, നമുക്ക് ഓരോന്നും വിസ്തരിക്കാൻ സമയമില്ല. ബ്രഹ്മാണ്ടം ഉണ്ടായി. ആ ബ്രഹ്മാണ്ടത്തിന്, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ അണ്ടം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മുട്ട. സ്വർണ്ണ നിറത്തിലുള്ള അണ്ടമാണ് ബ്രഹ്മാണ്ടം, സ്വർണ്ണ നിറം. ഈ ബ്രഹ്മാണ്ടത്തിന് പ്രവർത്തന ശക്തിയില്ല, പ്രവർത്തിക്കാൻ ശക്തിയില്ല. അപ്പോൾ ഭഗവാൻ ആ ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാന്റെ പേര് വന്നു ഹിരണ്യഗർഭൻ എന്ന് പേര് വന്നു. ഹിരണ്യഗർഭൻ. ഇതാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം. നമ്മൾ സാധാരണ പറയുന്ന മത്സ്യം, കൂർമ്മം, വരാഹം എന്നല്ല. ആദ്യത്തെ അവതാരം ഹിരണ്യഗർഭനാണ്. അതിനു മുമ്പ് ഭഗവാന് നാമരൂപങ്ങളൊന്നുമില്ലല്ലോ. ഈശ്വരന് നാമവും രൂപം ഉണ്ടായത് ഈ ഹിരണ്യാണ്ടത്തിൽ പ്രവേശിച്ചതിന് ശേഷമല്ലേ? അപ്പം അന്ന് മുതലാണ് ഭഗവാൻ ഹിരണ്യഗർഭനായി. ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വിരാട് പുരുഷനുണ്ടായി. വിരാട് പുരുഷൻ വെച്ചാൽ വിവിധാനി വിരാജന്തേ, പലതായിട്ട് കാണപ്പെടുന്ന ഈ പ്രപഞ്ചം. പുരുഷ സൂക്തത്തിൽ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ എന്ന് പറയുന്നില്ലേ? അനേകായിരം ശിരസ്സുകളും അനേകായിരം കണ്ണുകളും അനേകായിരം കൈകാലുകളുമുള്ള വിരാട് പുരുഷൻ, ഈ പ്രപഞ്ചമാകുന്ന പുരുഷനുണ്ടായിരുന്നത്. ആ വിരാട് പുരുഷൻ്റെ ശരീരത്തിനെ 7 ലോകങ്ങളായിട്ട് വർണ്ണിക്കുകയാണ്. 7 ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ 6 ലോകം, ഭൂമിക്ക് താഴെ 7 ലോകം. അപ്പോൾ ആകെ 14 ലോകം. ഭൂമിക്ക് മുകളിൽ 6, ഭൂമിക്ക് താഴെ 7, നടുക്ക് ഭൂമി. ഭൂമിക്ക് മുകളിൽ എന്തൊക്കെയാണ്? ഭൂർലോകം, ഭൂർലോകം, സ്വർലോകം, തപോലോകം, സത്യലോകം. അങ്ങനെ 5 ലോകം മുകളിൽ. ജനലോകം, അങ്ങനെ 6 ലോകം മുകളിൽ. താഴേക്കോ അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, പാതാളം, 7 ലോകം. നടുക്ക് ഭൂമി. അപ്പോൾ 7ഉം 6ഉം 13, 1ഉം 14. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓരോന്ന് വിസ്തരിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അത് മനസ്സിലാക്കുക. ലോകം എന്ന് പറഞ്ഞാൽ സ്ഥലമാണോ? അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് മുകളിലെ ലോകം ഒരു കോണി വെച്ച കയറി പോവാം അല്ലേ? നല്ലൊരു കോണി കിട്ടിയാൽ പോരെ? ഭൂമി കുഴിച്ചു കഴിഞ്ഞാൽ പാതാളത്തിലെത്തുമോ? ഓ, ഭൂമി ഒരു ഗോളല്ലേ? ഒരു നാരങ്ങ എടുത്ത് അതിൽ ഇറുക്കിൽ ഞങ്ങൾ കുത്തി കയറ്റിയാൽ അതെവിടെ എത്തുക? എവിടെ എത്തുക? നേരെ എതിർഭാഗത്തല്ലേ എത്തുള്ളൂ. അതേപോലെ ഭൂമി കുഴിച്ചാൽ എവിടെ എത്തണം? എതിർഭാഗത്തെത്തണം. അപ്പോൾ ഭൂമിക്ക് താഴെ എന്ന് പറഞ്ഞാൽ യുക്തിക്ക് നിരക്കണമാണത്. പറയുമ്പോൾ യുക്തി വേണ്ടേ? വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? ഇവിടെ അർത്ഥം എന്താ അറിയോ? ലോകം എന്ന് പറഞ്ഞാൽ സ്ഥലമല്ല, ലോകം എന്നാണ് പറഞ്ഞത്. ലോകം എന്ന് പറഞ്ഞാൽ പ്ലേസ് അല്ല. ലോകം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പറയാറുള്ള വാക്കല്ലേ? ഈ ലോകം നന്നാവില്ല, ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളില്ല, ഇതെന്തൊരു ലോകം അത്? ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ആലോചിക്കണമല്ലേ? ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അനുഭവമണ്ഡലമാണ്, ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. അനുഭവമണ്ഡലമാണ് ലോകം. സാത്വികമായ ഉയർന്ന അനുഭവങ്ങളാണ് ഭൂമിക്ക് മുകളിലുള്ള ലോകം. താഴ്ന്ന അല്ലെങ്കിൽ തമോഗുണ പ്രധാനമായിട്ടുള്ള അനുഭവങ്ങളാണ് പാതാള ലോകങ്ങൾ. ഇത് രണ്ടും ചേർന്ന ലോകമാണ് ഇത് രജോഗുണ പ്രധാനമായിട്ടുള്ള ലോകമാണ് ഭൂമി. അത് പിന്നെ വിസ്തരിക്കുക. അതിലിപ്പോൾ 3 വിഭാഗമായിട്ട് സ്വർഗം, ഭൂമി, പാതാളം എന്ന് പറയില്ലേ? പിന്നെ 14 ലോകം ഉണ്ടായി. അപ്പോൾ ഈ 14 ലോകത്തിൻ്റെ ഏറ്റവും മുകളിലാണ് ഏത്? സത്യലോകം. മൂർധാവ്, നമ്മൾ നെറുക, ഉച്ചി എന്നൊക്കെ പറയില്ലേ? വിരാട് പുരുഷൻ്റെ മൂർധാവാണ് എന്താ പേരൊക്കെ ഓർമ്മിക്കണം, സത്യലോകം. ഈ സത്യലോകത്താണ് ആദ്യം ബ്രഹ്മാവ് ഉണ്ടായത്. ഇവിടെ നിന്നാണ് തുടക്കം. നാരദനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഉണ്ടായത് സത്യലോകത്തിലാണ് അല്ലേ? സത്യലോകത്തിലുണ്ടായപ്പോൾ ബ്രഹ്മാവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ബ്രഹ്മാവിന് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സൃഷ്ടിക്കാൻ വേണ്ട കഴിവുകളൊന്നുമില്ല. സാദിദേവോ ജഗദംബരോ ഗുരു സ്വധിഷ്ണ്യമാസ്തായ ശുശ്രൂഷത. സ്വധിഷ്ണ്യം ആസ്തായ ശുശ്രൂഷ. ശുശ്രൂഷ വെച്ചാൽ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം. ഇവിടെ സത്യലോകത്തിരുന്ന ബ്രഹ്മാവ്, ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മ വേണം. സത്യലോകം എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷൻ്റെ മൂർധാവാണ് സത്യലോകം. ആ സത്യലോകത്തിരുന്ന ബ്രഹ്മാവ് എന്ത് ചെയ്തു?
ആലോചിച്ചു. ശുശ്രൂഷ ഈക്ഷത, സൃഷ്ടിക്കാൻ ആഗ്രഹത്തോടുകൂടി തന്നാദ്യ ഗച്ഛദ് ശമത്വ സമ്മതാം. ബ്രഹ്മാവിനെ എത്ര ആലോചിച്ചിട്ടും എന്താ ചെയ്യേണ്ടതെന്നൊരു പിടികിട്ടിയില്ല. സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യണം, എങ്ങനെ സൃഷ്ടിക്കണം, എന്ത് സൃഷ്ടിക്കണം ഒന്നും അറിയില്ല ബ്രഹ്മാവിന്. ബ്രഹ്മാവ് ഇങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ 2 ശബ്ദം കേട്ടു അത്ര ആകാശത്ത് നിന്ന്. എന്താ? സചിന്തയൻ ദ്യക്ഷരമേകതാംബസി വാഷുണോൽ ദുർഗതിതം വജോ വിഭൂ സ്പർശേഷിയൽ ഷോഡശമേകവിംശകം. ബ്രഹ്മാവ് ഇങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ 2 ശബ്ദം കേട്ടു. 2 പ്രാവശ്യം 2 ശബ്ദം കിട്ടുന്നു. 2 പ്രാവശ്യം 2 ശബ്ദം കേട്ടു. എന്ത് ശബ്ദമാണ് കേട്ടത്? നമുക്കറിയാം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. സ്പർശേഷിയൽ ഷോഡശമേകവിംശകം. സ്പർശാക്ഷരങ്ങളിൽ 16-ാമത്തെയും 21-ാമത്തെയും അക്ഷരം കേട്ടു അത്രേ. സ്പർശാക്ഷരങ്ങളിൽ 16-ാമത്തെയും 21-ാമത്തെയും അക്ഷരം കേട്ടു എന്നാണ്. എന്താ ഈ സ്പർശാക്ഷരം എന്ന് പറഞ്ഞാൽ? ഇത് പറയണമെങ്കിൽ കുറച്ച് ഭാഷാശാസ്ത്രം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സ്പർശാക്ഷരം എന്ന് പറഞ്ഞാൽ കാതയോ മാവസാന സ്പർശ. കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളാണ് സ്പർശാക്ഷരങ്ങൾ എന്ന് പറയാം. നമ്മുടെ ഭാഷയിൽ 51 അക്ഷരങ്ങളുണ്ടല്ലോ. മലയാള ഭാഷയിൽ 51 അക്ഷരം എന്നാണ് പറയുക. അതിൽ 25 അക്ഷരങ്ങളാണ് സ്പർശാക്ഷരങ്ങൾ. കാതയോ മാവസാന, കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളൊക്കെ സ്പർശാക്ഷരങ്ങളാണ്. അതെന്താ? ഞാൻ പറഞ്ഞ ഭാഷാശാസ്ത്രം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ഒരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതെവിടെയും തൊടാതെ പുറത്തേക്ക് വന്നാൽ അതിനെ സ്വരം എന്നാണ് പറയുക. ആ, ഈ, ഊ ഇതൊക്കെ സ്വരങ്ങളാണ് അല്ലേ? ആ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദം എവിടെയെങ്കിലും സ്പർശിക്കുന്നുണ്ടോ? ഉണ്ടോ? നേരെ പുറത്തേക്ക് വരില്ല. ആ, ഊ, ഈ അതൊക്കെ സ്വരങ്ങളാണ്. ഈ ശബ്ദം തന്നെ എവിടെയെങ്കിലും സ്പർശിച്ചിട്ട് പുറത്ത് വന്നാൽ ഞാൻ സ്പർശാക്ഷരം എന്ന് പറയും. ആ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാക്കിൻ്റെ കടഭാഗം മുകളിലൊന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ കാന്നാവും അല്ലേ? അല്ലേ? അത് കുറച്ച് ബലത്തിലായാലോ ഖാന്നാവും. പതുക്കെയാണെങ്കിലോ ഗാന്നാവും. അതിൽ മൂക്കിൻ്റെ സഹായത്തിലാണെങ്കിലോ ഖാന്നാവും. മൂക്കിൻ്റെ സഹായത്തിൽ മുഴക്കത്തോടുകൂടി ഘോഷം. മൂക്കിൻ്റെ സഹായത്തിൽ അത് ങ്ങാന്നാവും. ക ഖ ഗ ഖ ങ. ഖരം, അധികരം, മൃദു, ഘോഷം, സ്പർശം. പിന്നെ 5 വിധത്തിലാണ് ഒരു അക്ഷരം ഉച്ചരിക്കുക, ഒരു സ്വരം ഉച്ചരിക്കുക. ക. നാക്കൊന്ന് പരത്തി മുകളിൽ മുട്ടിച്ചാലോ ചാന്നാവും. ചാ ഛാ ജാ ഛാ ഞ. 5 വിധത്തിലാവരുതേ അല്ലേ? നാക്കൊന്ന് വളച്ച് മുകളിൽ മുട്ടിച്ചാലോ ടാന്നാവും. ടാ ഠ ഡാ ഠാണ്. 5 വിധത്തിൽ ഉച്ചരിച്ചൂടെ ഇല്ലേ? ചുണ്ടിൻ്റെ സഹായത്തിൽ ഉച്ചരിച്ചാലോ ഓഷ്ട്യമാവും. പാ ഫ പാ ഫ മ. ചുണ്ട് തമ്മിൽ മുട്ടിക്കാണ്ട് പാ എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞു നോക്കുക. പറ്റില്ല. ചുണ്ടിൻ്റെ സഹായത്തിൽ വെച്ചിരിക്കുന്നതൊക്കെ ഓഷ്ട്യങ്ങളാണ്. പിന്നെ മൂക്കിൻ്റെ സഹായത്തിൽ വെച്ചിരിക്കുന്ന അനുനാസികങ്ങളാണ്. അതാണ് ക ഖ ഗ ഖ ങ. ങ ഉച്ചരിക്കണമെങ്കിൽ ങ, ഞ, ണ, ന ഇതൊക്കെ മൂക്കിൻ്റെ സഹായം വേണം. അനുനാസികങ്ങളാണ് മൂക്കിൻ്റെ അതാണ് ഈ നീളമൊക്കെ പിടിച്ചിരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞാൽ തിരിയാത്ത എന്താണെന്നറിയോ? അനുനാസികങ്ങളൊന്നും ശരിക്കും വരില്ല. ശൂർപ്പണയ്ക്ക് പറയാൻ പറ്റാത്ത അക്ഷരങ്ങളാന്ന് പറയും. എന്താ ശൂർപ്പണ? അപ്പം ഇങ്ങനെ 5 അക്ഷരങ്ങൾ അനുനാസികങ്ങളാണ്. അപ്പോൾ ഖരം, അധികരം, മൃദു, ഘോഷം എന്ന് പറഞ്ഞാൽ 5. 5ൻ്റെ 5 ഗ്രൂപ്പ്. കാ, ചാ, ടാ, താ, പ. അപ്പോൾ 5 × 5 25. ഈ 25 അക്ഷരങ്ങളെയാണ് സ്പർശാക്ഷരം എന്ന് പറയാം. ഇത്ര മനസ്സിലാക്കിയാൽ ബാക്കി മനസ്സിലാവും. ഈ സ്പർശാക്ഷരങ്ങളിൽ കാതയോ മാവസാന, കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളാണ് സ്പർശാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ അതെന്നെ കണ്ടപ്പോൾ കമാന്നൊരക്ഷരം വേണ്ടില്ല എന്ന് പറഞ്ഞു അല്ലേ? കമാന്നൊരക്ഷരമാണോ? ആണോ? കമാന്നൊരക്ഷരമല്ല, 2 അക്ഷരം. പിന്നെന്താ കമാന്ന് പറഞ്ഞത്? അതിനർത്ഥമുണ്ട്. അതുകൊണ്ട് പറയാൻ പോയി ഇങ്ങനെ അതിന് ഈ കടപയാതിൻ്റെ ഒരു നിയമമുണ്ട്. അക്ഷരങ്ങൾക്ക് പകരം സംഖ്യ ഉപയോഗിക്കുക, സംഖ്യയ്ക്ക് പകരം അക്ഷരം ഉപയോഗിക്കുക. അപ്പോൾ ആ സംഖ്യ വായിച്ചാൽ അതിൻ്റെ അക്ഷരം വാക്ക് മനസ്സിലാവും. ചില വാക്ക് എഴുതിയാൽ സംഖ്യ മനസ്സിലാവും. ഇതൊരു സൂത്രവിദ്യയാണ്. പഴയ കാലത്തൊക്കെ രഹസ്യമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ അയക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ്. ഇപ്പോൾ മേൽപ്പത്തൂർ നാരായണീയത്തിൽ 1000 ആരോഗ്യ സൗഖ്യം എന്ന് പറയുന്നില്ലേ അവസാനം ഇല്ലേ? ഓർമ്മയില്ലേ? അവസാനത്തെ ശ്ലോകം അതൊരു സംഖ്യയാണ്. നാരായണീയം എഴുതി സമർപ്പിച്ച ദിവസം കാണിക്കുകയാണ് ആ സംഖ്യ. പിന്നെ അക്കങ്ങളെ കൊണ്ട് വാക്കുകൊണ്ട് അക്കങ്ങളും ഉണ്ടാക്കാം. സൂത്രവിദ്യയാണ്. അപ്പോൾ അതിൽ ഓരോ അക്ഷരങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട്. ക എന്നുള്ള അക്ഷരത്തിൻ്റെ വാല്യൂ 1 ആണ്. മ എന്നുള്ള അക്ഷരത്തിൻ്റെ വാല്യൂ 5 ആണ്.
അപ്പോൾ കമാന്ന് എഴുതിയാൽ അക്കത്തിൽ എഴുതുമ്പോൾ എത്രയാവും? ക എന്ന അക്ഷരത്തിൻ്റെ വാല്യൂ 1, മ എന്ന അക്ഷരത്തിൻ്റെ വാല്യൂ 5. അപ്പോൾ കമാന്ന് എഴുതിയാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 15 അല്ലേ? 1 5. ക എന്ന് പറഞ്ഞാൽ 1, മ 5, അപ്പോൾ 15. വായിക്കുമ്പോൾ തിരിച്ചു വായിക്കണം എന്നാണ്. അപ്പോൾ എന്താവും? 51. 51 അക്ഷരാളി കലിത തനിലത്തെ വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോടെഴുതുന്ന അല്ലേ? അപ്പോൾ 51 അക്ഷരങ്ങൾ മലയാളം. ആ 51 അക്ഷരത്തിൽ ഒരക്ഷരം പറഞ്ഞില്ല എന്നർത്ഥമാണ് കമാന അക്ഷരം പറഞ്ഞില്ല എന്നർത്ഥം. ഇനിയെങ്കിലും പറയുമ്പോൾ ആലോചിക്കുക. അപ്പം അങ്ങനെ ഒരുപാട് സൂത്രമുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ബ്രഹ്മാവ് കേട്ടത് 16-ാമത്തെയും 21-ാമത്തെ സ്പർശേഷിയൽ ഷോഡശം ഏകവിംശം. ഷോഡശം വെച്ചാൽ 16, ഏകവിംശം തന്നെ 21. അപ്പോൾ ഈ 25 അക്ഷരങ്ങളിൽ 16-ാമത്തെ അക്ഷരം ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ക ഖ ഗ ഖ ങ ഛ ഛ ജ ഛ ഞ ടാ ഠ ഡാ ഠ ണ 15 16-ാമത്തെ ത, 21-ാമത്തോ ത ഥ ദ ഥ ന പ, 21-ാമത്തെ പ. അപ്പോൾ തപാന്ന് കേട്ടു എന്നർത്ഥം. ഇത് മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ? ഇത്രയൊക്കെ വളച്ചു കെട്ടി ഈ കഥകളിക്കാരെ പരിഹസിക്കാറുണ്ട്. 2 ഇഞ്ച് നീളമുള്ള നാക്കുകൊണ്ട് പറയാൻ മടിച്ചിട്ടാണ് ശരീരം മുഴുവനായിട്ട് അളക്കുന്നത്. അങ്ങനെ വളച്ചു കെട്ടി പറയുകയാണ്. ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. ഇതാണ് ഈ ഭാഗവത്തിൽ ചില ഗൂഢാർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് ഗുരുനാഥന്മാർ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? മേൽപ്പത്തൂർ പറയുമ്പോൾ തപേതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് സൃഷ്ടി ഉണ്ടായിട്ടില്ല. സൃഷ്ടിക്ക് മുമ്പ് വാക്കില്ല. ഒരു വാക്കുണ്ടാവണമെങ്കിൽ ആ വാക്കിന് വിഷയമായിട്ട് വസ്തു ഉണ്ടാവണ്ടേ? ആന എന്ന് പറയണമെങ്കിൽ ആന എന്ന് പറഞ്ഞ സാധനം ഭൂമിയിലില്ലെങ്കിൽ ആന എന്നൊരു വാക്കുണ്ടാവുമോ? ഓ, ആന എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തിലില്ല. അപ്പോൾ ആന എന്ന് പറഞ്ഞ 2 അക്ഷരം പറഞ്ഞാൽ വീണ്ടും 2 അക്ഷരങ്ങളുള്ള വാക്കാവില്ല. മേശ, മേശ എന്ന് പറഞ്ഞ സാധനം ലോകത്തില്ലെങ്കിൽ മേശ 2 അക്ഷരമുള്ളൂ, വാക്കാവില്ല. വാക്കാവണമെങ്കിൽ എന്ത് വേണം? വാക്കിന് വിഷയമായ ഒരു വസ്തു വേണം. ഇവിടെ സൃഷ്ടി ഉണ്ടായിട്ടില്ലല്ലോ. സൃഷ്ടി ഉണ്ടാവുന്നതിന് മുമ്പാണ് ഈ സംഭവം. അപ്പോൾ എങ്ങനെ വാക്കുണ്ടാവും? അതാണ് അതിൻ്റെ യുക്തി. അതാണ് ഈ ആചാര്യന്മാർ പറഞ്ഞാലേ അത് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഏതായാലും ബ്രഹ്മാവിൻ്റെ കാര്യം മനസ്സിലായി. ബ്രഹ്മാവ് തപസ് ചെയ്തു. അനേകാലം ബ്രഹ്മാവ് സഹസ്ര ദിവ്യ സംവത്സരം എന്നാണ്. അനേകം ദിവ്യവത്സരം ബ്രഹ്മാവ് തപസ് ചെയ്തു. തപസ്സിൻ്റെ അവസാനത്തിൽ ഭഗവാന്റെ ദർശനം ഉണ്ടായി, വൈകുണ്ഠ ദർശനം ഉണ്ടായി. അതാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ 7-ാമത്തെ ദിവസത്തിൽ 4, 5, 6, 7, 8 5 ശ്ലോകത്തിൽ ആ വൈകുണ്ഠ ദർശനം വർണ്ണിക്കണ്ടല്ലോ. വൈകുണ്ഠത്തിൻ്റെ മനോഹരമായിട്ടുള്ള വർണ്ണനയുണ്ട്. ആ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു. ബ്രഹ്മാവ് കണ്ടപ്പോൾ ബ്രഹ്മാവ് സന്തോഷത്തോടുകൂടി നനാമ പാദാംബുജമസ്യ വിശ്വൽ പാരഹംസേന പഥാധിഗമ്യതേ ഭഗവാന്റെ പാദാംബുജങ്ങളിൽ നമസ്കരിച്ച് അപ്പോൾ ബ്രഹ്മാവിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ പറഞ്ഞു, ത്വയാഹം ദോഷിത സമ്യക് വേദഗർഭസ്യ ശിക്ഷയാ. ബ്രഹ്മാവെ വളരെ സന്തോഷമായിരുന്നു. ത്വയാഹം തോഷിത എന്ന് വെച്ചാൽ സന്തോഷിച്ചു. അവിടുന്ന് വേദഗർഭനാണ്. ബ്രഹ്മാവിനെ വിളിക്കുകയാണ്. ബ്രഹ്മാവ് വേദഗർഭനാണ്. വേദഗർഭൻ എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തിനെ ഉള്ളിൽ ധരിച്ച ആൾ, വേദത്തിനെ ഗർഭത്തിൽ ധരിച്ച ആളെന്നർത്ഥം. വേദഗർഭൻ, വേദസ്വരൂപനാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് 4 മുഖമുണ്ടെന്ന് പറയും. ബ്രഹ്മാവിന് 4 മുഖം എന്ന് പറയാറില്ലേ? 4 മുഖമൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരു മുഖം അങ്ങോട്ടും ഒരു മുഖം ഇങ്ങോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ കഥയിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മുടെ പുരാണങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കൾക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ കഥകളൊക്കെ അറിയാം. കഥകളുടെ തത്വം ചോദിച്ചാൽ മലയാള ഭാഷയിൽ 2-ാമത്തെ അക്ഷരം പറയുന്നത് ആ. തത്വം ചോദിച്ചാൽ അറിയില്ല. തത്വം അറിഞ്ഞില്ലെങ്കിൽ ഈ കഥകളൊക്കെ അന്ധവിശ്വാസങ്ങളാകും. ഒരാൾക്ക് 4 മുഖം ഉണ്ടാവുമോ? സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 മുഖം, രാവണന് 10 മുഖം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഒരു ശരീരത്തിന് 1 മുഖമല്ലേ ആവശ്യമുള്ളൂ. ഒരു ശരീരത്തിന് 10 മുഖത്തിൻ്റെ ആവശ്യം എന്താ? ബ്രഹ്മാവിന് 4 മുഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ 4 വേദങ്ങളിൽ ബ്രഹ്മാവിൽ കൂടിയാണ് പ്രകാശിച്ചത്. അതുകൊണ്ടാണ് 4 മുഖം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കഥകളിലൊക്കെ അർത്ഥം. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ അർത്ഥം ഉണ്ടാവും. അപ്പോൾ ഏതായാലും ബ്രഹ്മാവിന് വേദഗർഭൻ എന്ന് പേരുണ്ട്. വേദഗർഭ ത്വയാഹം തോഷിത സമ്യക് വേദഗർഭസ്യ ശിക്ഷയാ. ബ്രഹ്മാവെ അങ്ങ് സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ എന്നെ തപസ് ചെയ്ത്. വളരെ സന്തോഷമായി. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം ഏത് പശുത്തി രഹസി ചകർത്ത പരമം തവ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിൻ്റെ കരസ്പൃശൻ ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ച് അനുഗ്രഹിച്ചു അത്രേ. ബ്രഹ്മാവ് നമസ്കരിച്ചപ്പോൾ
ഭഗവാൻ ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ്. അതെന്ന് വെച്ചാൽ കർമ്മശക്തി കൊടുത്തു എന്നർത്ഥം. കർമ്മശക്തി ഇല്ലാത്ത ആൾക്ക് ജ്ഞാനശക്തി കൊടുത്തിട്ട് കാര്യമില്ല. കർമ്മം ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്ക് ജ്ഞാനം കിട്ടിയാൽ എന്താ പ്രയോജനം? അറിവുണ്ട്, പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ആൾക്ക് അറിവ് കിട്ടിയാലോ? പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവർക്ക് അറിവ് കിട്ടിയിട്ട് പ്രയോജനമില്ല. അപ്പോൾ കർമ്മശക്തി ഉണ്ടെങ്കിലേ ജ്ഞാനശക്തി പ്രകാശിക്കുള്ളൂ. കർമ്മശക്തി ഇല്ലാത്ത ആൾക്ക് ജ്ഞാനശക്തി കിട്ടിക്കഴിഞ്ഞാൽ ആചരിക്കാൻ സാധ്യമല്ല. ആചാരഹീനാന പുനന്തി വേദ എന്നാണ്. ആചാരം ഇല്ലാത്തവനെ വേദം ശുദ്ധീകരിക്കില്ല. വേദം പഠിച്ചിട്ട് കാര്യമില്ല, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ആ ശാസ്ത്രത്തിനെ അനുഷ്ഠാനത്തിൽ വരുത്തിയില്ലെങ്കിൽ ആ ശാസ്ത്രം ഏട്ടിലെ പശുവാണ്, അല്ലേ? ഏട്ടിലെ പശു പുല്ല് തിന്നോ? ഓ, കടലാസിലെ പശുവിൻ്റെ പടം വരച്ച് വെച്ചിട്ട് അതിന് പിന്നെ പുല്ലിട്ട് കൊടുത്താൽ പുല്ല് തന്നെ പശു ഇല്ല. ശാസ്ത്രം പുസ്തകത്തിൽ എഴുതി വെച്ചാൽ പോരാ, ശാസ്ത്രം കാണാതെ പഠിച്ചാൽ പോരാ. പിന്നെന്ത് വേണം? അനുഷ്ഠാനം വേണം. സ്വല്പമപ്യസ്യ ധർമ്മസ്യ, ഗീത പറയും, ഈ ധർമ്മത്തിൻ്റെ അല്പമെങ്കിലും അനുഷ്ഠിച്ചാലേ അതിന് പ്രയോജനമുള്ളൂ. അപ്പോൾ ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടായില്ല. പല ആളുകൾക്ക് അങ്ങനെയല്ല, ശാസ്ത്രജ്ഞാനമുണ്ട് പക്ഷെ അനുഷ്ഠാനമില്ല, ഇല്ലേ? ഇന്നങ്ങനെയല്ലേ? ശാസ്ത്രമൊക്കെ എല്ലാവർക്കും അറിയാം, അനുഷ്ഠിക്കില്ല. അനുഷ്ഠിക്കാത്ത അറിവുകൊണ്ട് എന്താ പ്രയോജനം? അനുഷ്ഠാനമില്ലാത്ത അറിവും അറിവില്ലാത്ത അനുഷ്ഠാനവും രണ്ടും ദോഷമാണ്, അല്ലേ? അനുഷ്ഠാനമില്ലാത്ത അറിവ് പോലെ തന്നെ മോശമാണ് അറിവില്ലാത്ത അനുഷ്ഠാനം. അതാണ് അന്ധവിശ്വാസമാവുക. മനസ്സിലാവുണ്ടോ? അറിവില്ലാത്ത അനുഷ്ഠാനങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാവും. അനുഷ്ഠാനമില്ലാത്ത അറിവോ അത് പാഴായിപ്പോവും. ബ്രഹ്മാവിന് കർമ്മശക്തി ആദ്യം കൊടുത്തു. അതാണ് കരേസ്പൃശൻ. ഏതാ? 18ാമത്തെ ശ്ലോകത്തിൽ കാണാം. പ്രിയം പ്രീതമനാ കരേസ്പൃശൻ. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് കൈ കൊടുക്കുന്ന പോലെ ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ച് അനുഗ്രഹിച്ചു അത്രേ ഭഗവാൻ. കർമ്മശക്തി കൊടുത്തു. എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ത്വയാഹം തോഷിത സമ്യം. ബ്രഹ്മാവെ, ബ്രഹ്മാവിൻ്റെ തപസ് എനിക്ക് വളരെ സന്തോഷമായി. ത്വയാഹം തോഷിത സമ്യം. തോഷിതം വെച്ചാൽ സന്തോഷിച്ചു എന്നർത്ഥം. അതുകൊണ്ട് ബ്രഹ്മാവിന് വരം വരെ ഭദ്രന്തേ. ബ്രഹ്മാവിന് ഞാൻ വരം തരാം. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാതെ തന്നെ ബ്രഹ്മാവിന് വരം കൊടുത്തു. എന്താ? പരമമായിട്ടുള്ള ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തെന്നർത്ഥം. അതുകൊണ്ടാണ് ആ ചതുശ്ലോകി ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ ജ്ഞാനം പരമഗുഹ്യമേ. ഞാൻ പറയാൻ പോകുന്ന അറിവ് പരമഗുഹ്യമായിട്ടുള്ള ജ്ഞാനമാണ്. ഏറ്റവും ഗുഹ്യം എന്ന് വെച്ചാൽ ഗഹനം, മനസ്സിലാക്കാൻ. ഗുഹ്യം എന്ന് വെച്ചാൽ രഹസ്യം എന്ന് മാത്രമല്ല അർത്ഥം. അങ്ങനെ അർത്ഥമുണ്ട്, ഗഹനമായതെന്നർത്ഥം. സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പ്രയാസമായതാണ് ഗഹനം. ഗഹനമായിട്ടുള്ള ജ്ഞാനം ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിന് എത്രാമത്തെ ശ്ലോകം? 9ാമത്തെ അധ്യായത്തിൽ 30ാമത്തെ ശ്ലോകം മുതലാണ് ചതുശ്ലോകി. നമുക്ക് അവിടെ എത്തണ്ടേ, അതാണ് കുറച്ച് ഓടിപ്പോകുന്നത്. ഇനി ഒരു അരമണിക്കൂറേ ഉള്ളൂ ചതുശ്ലോകി പറയാനുണ്ട്. തുടക്കം ജ്ഞാനം പരമഗുഹ്യമേ, ജ്ഞാനം പരമഗുഹ്യമേ യത് വിജ്ഞാന സമന്വിതം. ഞാൻ വെറും ജ്ഞാനം ഉപദേശിക്കില്ല, വിജ്ഞാന സമന്വിതം. എന്നുവെച്ചാൽ എന്താ? ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ എന്താ വ്യത്യാസം അറിയോ? രണ്ട് വാക്ക് നമ്മൾ പറയാറുണ്ട്, ജ്ഞാനം വിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷജ്ഞാനം, പ്രത്യേകമായിട്ടുള്ള വിശദമായിട്ടുള്ള അറിവാണ് വിജ്ഞാനം. സഹരഹസ്യം തദംഗഞ്ച ഗൃഹാണ ഗതിതമ്മയ. ഇത് രഹസ്യമായ ജ്ഞാനമാണ്, ഇത് ഗതിതമ്മയ. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധാപൂർവം കേൾക്കണം എന്നർത്ഥം. എന്തിനാ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ പറയുന്ന വിഷയം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കേൾക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യം തന്നെ മഹോര പറഞ്ഞു ജ്ഞാനം പരമഗുഹ്യമേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആദ്യത്തെ ശ്ലോകം 4 ശ്ലോകത്തിലാണ് അതുകൊണ്ടാണ് ചതുശ്ലോകി എന്ന് പറയുന്നത്. 4 ശ്ലോകമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 4 സൂത്രങ്ങളാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാരദ ഭക്തി സൂത്രം, ബ്രഹ്മസൂത്രം. സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അല്പാക്ഷരം അസന്നിഗ്ധം സാരവൽ വിശ്വതോമുഖം നിർവചനമുണ്ട്. സൂത്രം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി ഒരു കാര്യം, ചിലപ്പോൾ ഒരക്ഷരം ഉണ്ടാവുള്ളൂ, അങ്ങനെ സൂത്രരൂപത്തിൽ പറയുന്നതിനാണ്, വളരെ ചുരുക്കി പറയുന്നതാണ് സൂത്രം. സൂത്രം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് സൂത്രം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരും, അല്ലേ? പല സൂത്രം അറിയാമല്ലോ. അങ്ങനെ സൂത്രമല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ അസ്തേഫം അനവദ്യഞ്ച സൂത്രം സൂത്രവിദോ വിദു. സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാചകത്തിൽ വലിയൊരു ആശയത്തിന് ഓർമ്മിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് സൂത്രങ്ങൾ. ഇപ്പോൾ നാരദൻ്റെ ഭക്തിസൂത്രത്തിൽ ഭക്തിയെ നിർവചിക്കുമ്പോൾ ഒറ്റ വരിയുള്ളൂ, സാത്വസ്മിൻ പരമപ്രേമരൂപ. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ പരമപ്രേമുണ്ടാവലാണ് ഭക്തി. ഒറ്റ ഒരു ശ്ലോകമേ ഉള്ളൂ, ഒരു വരിയേ ഉള്ളൂ. അത് വ്യാഖ്യാനിച്ചത് എത്ര വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സൂത്രങ്ങൾ. അതൊരു കംപ്രസ്ഡായിട്ട് ചുരുക്കി പറയുന്നതാണ് സൂത്രം. ഇവിടെ 4 സൂത്രങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. 4 ശ്ലോകം 4 സൂത്രം പോലെയാണ്.
ഇത് വേറെ വിധത്തിൽ പറഞ്ഞാൽ ശ്ലോകാർത്ഥേന പ്രോക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ഒരാൾ പറഞ്ഞു അനേക കോടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്ലോകത്തിൽ പറയാം. അത് സൂത്രമാണ് അല്ലേ? അനേക കോടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യം ശ്ലോകത്തിൽ പറയാം. എന്താ? ശ്ലോകാർത്ഥേന പ്രോക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി, കോടിക്കണക്കിന് ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്ലോകം കൊണ്ട് പറയാം. എന്താ ശ്ലോകം? ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. കഴിഞ്ഞു. ഈ ഭാഗവതത്തിലും രാമായണത്തിലും വേദങ്ങളിലും എന്ന് വേണ്ട അനേകായിരം ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്ലോകത്തിലാണ്. എന്താ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്, ജീവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇതങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ? വെറുതെ പറഞ്ഞാൽ തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോന്നിനും വിശദീകരിക്കണം. അപ്പോൾ സത്യമായ വസ്തു എന്തേ ഉള്ളൂ? ബ്രഹ്മം മാത്രമാണ് സത്യം. അതാണ് ആദ്യത്തെ ശ്ലോകം. പരമാത്മതത്വത്തിന് പറയുകയാണ് ആദ്യത്തെ ശ്ലോകം. അഹം ഏവാസമേവാഗ്രേ നാന്യദ്യൽ സതസത്പരം പശ്ചാദഹം യത് ഏതശ്ച യോ ശിഷ്യേത സ്വസ്മ്യഹം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. അഹം ഏവാസമേവാഗ്രേ. അഹം എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ബോധം. ഞാൻ എന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒക്കെ ഞാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭഗവത്ഗീതയിൽ പല സ്ഥലത്തും ഞാൻ എന്ന് പ്രയോഗിക്കേണ്ട ഭഗവാൻ ഇല്ലേ? വർണ്ണാശ്രമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കർത്താഹം എന്നൊക്കെ പറയുന്നില്ലേ? ഞാനാണെന്നോ? ഈ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിലല്ല, ബോധമാണ് ഇതിനൊക്കെ സൃഷ്ടിക്കുക. അഹമേവാസമേവ ആഗ്രഹിച്ച ആരംഭത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെയോ നാന്യദ്യൽ സതസത്പരം, സത്തായിട്ടോ അസത്തായിട്ടോ വേറൊന്നുമില്ല. സത്തും അസത്തും എന്ന് പറഞ്ഞാൽ സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാവുന്നത് സ്ഥൂലം, ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊക്കെ സൂക്ഷ്മം. ചില സാധനങ്ങൾ ഇപ്പോൾ പരമാണുക്കളെ നോക്കി ഇന്ദ്രിയങ്ങളെ കാണാൻ വയ്യ, സൂക്ഷ്മദർശിനിയുടെ കാണാൻ പറ്റും. പരമാണുക്കളില്ല എന്ന് പറയാൻ പറ്റുമോ? ആറ്റംസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആറ്റംസ് ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മം നേരിട്ട് ഇപ്പോൾ പുസ്തകം നമുക്ക് കാണാം, അപ്പോൾ പുസ്തകം സ്ഥൂലമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഞാനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആരംഭത്തിൽ. ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് സാക്ഷിയല്ല. സാക്ഷി എന്ന് പറയുമ്പോൾ കാണുന്ന ആളാവും. കാണുന്ന ആളാവണമെങ്കിൽ കാണാനൊരു വസ്തു ഉണ്ടാവണം, വേണ്ടേ? ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ സത്രത്തിൻ്റെ സാക്ഷിയാണെന്ന് പറഞ്ഞാലോ, ഇവിടെ സത്രം ഉണ്ടാവണം, ആ സത്രത്തിനെ ഞാൻ കാണണം, അപ്പോഴേ ഞാൻ സാക്ഷിയാവുള്ളൂ അല്ലേ? അപ്പോൾ രണ്ടുണ്ട് അവിടെ. സാക്ഷിഭാവം വരുമ്പോൾ രണ്ടുണ്ട്. അവിടെ സാക്ഷിഭാവമല്ല, ഞാൻ തന്നെയാണതെന്നർത്ഥം. അതാണ് അഹമേവ. ഞാൻ സാക്ഷിഭാവമല്ല, അത് തന്നെയാണ് ഞാൻ. അഗ്രഹിച്ച ആരംഭത്തിൽ അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സത്സത്പരം പശ്ചാദഹം. ഇത് കഴിഞ്ഞാലോ, സൃഷ്ടി ഇല്ലാതാകുമ്പോഴോ പശ്ചാത്, പിന്നെയും ഞാൻ മാത്രമേ ഉള്ളൂ. നാന്യദ്യൽ, അതാണ് ഉണ്ടാവുക. യോ അവശിഷ്യേത സ്വസ്മികം. ഈ പ്രപഞ്ചം ഇല്ലാതായ ശേഷിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഉദാഹരണത്തിൽ കൂടി കുറച്ചുകൂടി മനസ്സിലാക്കാം. ഇതൊക്കെ വെറുതെ കേട്ട് പോയാൽ പറ്റില്ല, മനസ്സിലാവണ്ടേ? ഇപ്പോൾ കുടം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണുണ്ടായിരുന്നു ഇല്ലേ? മണ്ണിൽ നിന്നാണ് കുടം ഉണ്ടായത്. അല്ലെങ്കിൽ ആഭരണം ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർണ്ണം ഉണ്ടായിരുന്നു, സ്വർണ്ണത്തിൽ നിന്നാണ് ആഭരണം ഉണ്ടായത്. സ്വർണം അല്ലെങ്കിൽ ആഭരണം ഇല്ലാതായാലും ബാക്കി എന്തുണ്ടാവും? ഒരു കുടം ഇല്ലാതായാലും ബാക്കി എന്തുണ്ടാവും? കുടം പൊട്ടിയാൽ എന്തുണ്ടാവുക? മണ്ണുണ്ടാവില്ലേ? അപ്പോൾ മണ്ണിൽ നിന്നാണ് കുടം ഉണ്ടായത്, കുടം പൊട്ടിയാൽ ശേഷിക്കുന്നത് മണ്ണാണ്. അപ്പോൾ കുടം എന്താ? കുടം മണ്ണ് തന്നെയാണ്. മനസ്സിലായില്ലേ? കുടം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണുണ്ടായിരുന്നുള്ളൂ, കുടം പൊട്ടിയാൽ ശേഷിക്കുന്നത് മണ്ണാണ്. അതുകൊണ്ട് therefore കുടം ഈസ് മണ്ണ്, കുടം തന്നെ മണ്ണാണ്. അപ്പോൾ അവിടെ അത് പറയാത്ത എന്താ? അത് പറയണ്ടേ? കുടവും ഞാൻ തന്നെയാണെന്ന് പറയണ്ടേ? അത് പറയാത്ത എന്താ വെച്ചാൽ ആരംഭത്തിലും അവസാനത്തിലും ഉണ്ടാകുന്നതെല്ലാം മധ്യത്തിൽ നമ്മൾ കാണാം. മധ്യത്തിൽ നമ്മൾ വസ്തുവിനെ കാണുന്നില്ല, നാമരൂപങ്ങളാണ് കാണുക. കുടമായി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് നമ്മൾ കാണില്ല, പിന്നെ കുടത്തിനെ കാണുള്ളൂ അല്ലേ? ആഭരണമായി കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണത്തിനെ കാണില്ല, ആഭരണത്തിനെ നമ്മൾ കാണുള്ളൂ. സ്വർണം മാലയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാലയാണ് കാണുക, സ്വർണം കാണുന്നില്ല അല്ലേ? വളയായി കഴിഞ്ഞാലോ വളയാണ് കാണുക, സ്വർണ്ണമല്ല അവിടെ കാണുക. അതേപോലെ കുടം ഉള്ളപ്പോൾ നമ്മൾ കുടത്തിനെയാണ് കാണുക, മണ്ണിനെയല്ല കാണുക. നമ്മൾ കടയിൽ ചെന്ന് ഒരു കുടം മേടിക്കാൻ കടയിൽ പോയി കഴിഞ്ഞാൽ, മൺകുടം മേടിക്കാൻ പോയാൽ നമ്മളെന്താ ചോദിക്കുക? 1/2 കിലോ മണ്ണ് തരാനാണ് പറയുക, ആണോ? കുടം തരാനാണ് പറയുക. അവിടെ നമ്മൾ മണ്ണ് കാണുന്നില്ലല്ലോ,
കുടമല്ലേ കാണുള്ളൂ. അപ്പോൾ മധ്യത്തിൽ അതിൻ്റെ സ്വരൂപം നമ്മൾ കാണില്ല, മധ്യത്തിൽ നാമരൂപങ്ങളെ കാണുള്ളൂ. അതാണ് അവിടെ മധ്യം പറയാത്തത്. അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സതതൽപരം പശ്ചാത്തഹം ഏതേതശ്ച യോ അവശേഷിയേത സ്വസ്നേഹം. അവശേഷിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് അർത്ഥം. അതായത് 10 കുടം പൊട്ടിയാൽ 10 മണ്ണുണ്ടാവില്ല. ഓ 10 കുടം പൊട്ടിയാൽ 10 മണ്ണുണ്ടാവുമോ? 10 കുടം പൊട്ടിയാൽ ഒരേ മണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരേ മണ്ണ് തന്നെയാണ് 10 കുടമായത്. 10 കുടം പൊട്ടിയാൽ ശേഷിച്ചതോ ഒരേ മണ്ണ് തന്നെയല്ലേ. ആഭരണങ്ങൾ പലതായിട്ട് കാണും. ആഭരണങ്ങൾ ഒരുക്കിയാലോ, സ്വർണത്തിൻ്റെ എന്ത് ആഭരണം ഒരുക്കിയാലും അവസാനത്ത് എന്തായിട്ട് തരും? മാല ഒരുക്കിയാലും വള ഒരുക്കിയാലും കമ്മലൊരുക്കിയാലും അത് സ്വർണ്ണമായിട്ടല്ലേ ബാക്കിയുണ്ടാവുള്ളൂ. പശ്ചാത്തലം യോ അവശേഷിയേത, അവശേഷിക്കുന്ന ഞാനാന്നർത്ഥം. പിന്നെ എന്തുകൊണ്ടാണ് പലതായിട്ട് കാണുന്നതാണ് രണ്ടാമത്തെ. ആദ്യത്തേത് ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. രണ്ടാമത്താണ് ഏത്? ഹൃദയത്ഥം യൽ പ്രതീയേത ന പ്രതീയേത ജാൽമനി തദ്വിദ്യാദാത്മനോമായാം യഥാഭാസോ യഥാതമാ. ഹൃദയർത്ഥം യൽ പ്രതീയേത. ഹൃദയർത്ഥം വെച്ചാൽ വ്യവഹാരത്തിന് വേണ്ടി എന്നർത്ഥം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രതീയത തോന്നിക്കുന്നു. എങ്ങനെ? എന്തുകൊണ്ട്? മായ കൊണ്ട് തോന്നിക്കുന്നു. മണ്ണിനെ കുടമായിട്ട് തോന്നിക്കുന്നു, അതിന് സ്വർണത്തിന് ആഭരണമായിട്ട് തോന്നിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നാമരൂപങ്ങളൊക്കെ മായയാണ്. കാരണം നാമരൂപങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലേ. നമ്മൾ മണ്ണ് കൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലുണ്ടാക്കുമ്പോൾ അതിനെ കുടം എന്ന് പറയും. വേറെ രൂപത്തിലുണ്ടാക്കുമ്പോഴോ അതിനെ ചട്ടി എന്ന് പറയും. വേറെ രൂപത്തിലുണ്ടാക്കുമ്പോഴോ കലമെന്ന് പറയും. സാധനം ഒന്നല്ലേ അല്ലേ. സ്വർണം കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുമ്പോൾ അതിനെ മാല എന്ന് പറയും, വേറെ രൂപം ഉണ്ടാക്കുമ്പോൾ വള എന്ന് പറയും, വേറെ രൂപം ഉണ്ടാക്കുമ്പോൾ കമ്മലെന്ന് പറയും. സാധനം ഒന്ന് തന്നെയല്ലേ. അപ്പോൾ മാറ്റം വന്നത് എന്തിനാ? നാമം മാറി, രൂപം മാറി. രൂപം ഉണ്ടായപ്പോൾ നാമം ഉണ്ടായി. ആദ്യം രൂപമാണ് ഉണ്ടാവുക, നാമം പിന്നെ ഉണ്ടാവുക. നാമം കഴിഞ്ഞിട്ടല്ല രൂപം ഉണ്ടാവുക, രൂപം ഉണ്ടായിട്ട് നാമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു രൂപത്തിനുണ്ടാക്കുമ്പോൾ ഒരു പേര് കൊടുത്തു. ഇപ്പോൾ കുടം, ഇപ്പോൾ നമ്മൾ മലയാളികൾ കുടം എന്ന് പറയും, ഒരു സംസ്കൃതക്കാരൻ എന്ത് പറയും? കടന്ന് പറയും. ഇംഗ്ലീഷുകാരൻ എന്ത് പറയും? പോട്ടെന്ന് പറയും. സാധനം ഒന്നല്ലേ. രൂപം ഒന്നായിരിക്കും, നാമങ്ങൾ മാറി വരും. അപ്പോൾ നാമരൂപങ്ങൾ മാറി വരും. നാമരൂപങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? വ്യവഹാരത്തിന് വേണ്ടി. രൂപം ഇല്ലെങ്കിൽ വിവരിക്കാൻ പറ്റില്ല. മണ്ണിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? കേട്ടോ, കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ വെള്ളം കൊണ്ടുവരാം. മണ്ണൊരു രൂപത്തിലാക്കി കുടമാക്കിയാലേ അതിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ് നാമരൂപങ്ങളൊക്കെ. വ്യാവഹാരിക ലോകത്ത് അതാണ് പ്രതീയത. എന്നാൽ പ്രതീയത ജാൽമനി, ആ മാറ്റങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. സ്വർണം കൊണ്ട് വളയുണ്ടാക്കിയാലും മാല ഉണ്ടാക്കിയാലും കമ്മലുണ്ടാക്കിയാലും സ്വർണ്ണം തന്നെയല്ലേ. മാറുമോ? സ്വർണത്തിനെടുത്ത് മാറ്റിയ പിന്നെ സാധനം ഉണ്ടോ? ഒരാൾക്ക് 10 വള കൊടുത്തിട്ട് വള നിങ്ങളെടുത്തോളൂ, സ്വർണ്ണം ഇങ്ങോട്ട് തരാൻ പറഞ്ഞാലോ പറ്റുമോ? വള എടുത്തോളൂ, സ്വർണ്ണം ഇങ്ങോട്ട് തരും. അതേ സ്വർണം തന്നെയാണ് വളയായിട്ടും മാലയായിട്ടും കമ്മലായിട്ടും മാറിയത്. അപ്പോൾ ഒരേ സ്വർണത്തിന് പലതായിട്ട് കാണുന്ന പോലെ സ്വർണത്തിന് മാറ്റം വരുന്നില്ല, രൂപത്തിന് മാറ്റം വന്നു. അപ്പോൾ എന്തും വന്നു? നാമത്തിന് മാറ്റം വന്നു. പ്രപഞ്ചത്തിന് ഒരേ ഒരു വസ്തുള്ളത് ഈ ബോധമാണ്. ഈ ബോധത്തിനെ പല രൂപത്തിൽ കാണുമ്പോൾ പല നാമങ്ങളിൽ പല രൂപങ്ങളിൽ അറിയുന്നു. അതിൻ്റെ പേരാണ് തദ്വിദ്യാത് ആത്മനോമായ. ഇതിൻ്റെ പേരാണ് മായ. ആരുടെ മായ? ആത്മനോമായ. എൻ്റെ തന്നെ മായയാണ്. ഇത് വേറെ ആരും സൃഷ്ടിച്ചല്ല, ഞാൻ തന്നെ മായാരൂപത്തിൽ കാണിക്കാമെന്നർത്ഥം. അതെന്തുപോലെ തന്നെ ഉദാഹരണം പറഞ്ഞു. യഥാഭാസോ യഥാതമ. നല്ലൊരു ഉദാഹരണം പറഞ്ഞു. ആഭാസം വെച്ചാൽ പ്രതിബിംബം എന്നർത്ഥം. ഇപ്പോൾ വെള്ളത്തിൽ സൂര്യൻ്റെ നിഴൽ കാണുമ്പോൾ 2 സൂര്യനുള്ളതായിട്ട് തോന്നില്ലേ? ആകാശത്തിലെ സൂര്യൻ, വെള്ളത്തിലെ സൂര്യൻ ഇല്ലേ? 10 പാത്രത്തിൽ വെള്ളം വെച്ചാൽ 10 സൂര്യനുള്ളതായിട്ട് തോന്നില്ലേ? ഇതാണ് ആഭാസം. ഒന്നിനെ പലതായിട്ട് തോന്നുന്ന ആഭാസം. അപ്പോൾ ഇല്ലാത്തതുണ്ടെന്ന് തോന്നാം. ഇതാണ് ആഭാസം. പ്രതിബിംബം സത്യമല്ലെങ്കിലും പ്രതിബിംബം ഉണ്ടെന്ന് തോന്നല്ലേ? ഇത് ആഭാസം. തമാന്ന് വെച്ചാലോ ഉള്ളതിനെ കാണാതിരിക്കുക. അങ്ങനെയുണ്ട്. ഉദാഹരണത്തിന് രാഹു എന്നൊരു ഗ്രഹമുണ്ട്. രാഹുവിനെ കാണാൻ പറ്റില്ല, പക്ഷെ എപ്പോൾ കാണും? ഗ്രഹണ സമയത്ത് കാണും. അപ്പോൾ ഉള്ളതിനെ കാണാതിരിക്കലുണ്ട്, ഇല്ലാത്തതിനെ കാണലുണ്ട്. ഇല്ലാത്തതിനെ കാണൽ ആണ് പ്രതിബിംബം കാണുക. ഉള്ളതിനെ കാണാതിരിക്കലാണ് രാഹുവിനെ കാണാതിരിക്കുക. ഇത് രണ്ടും മായയുടെ ശക്തിയാണ്. മായയുടെ ശക്തി. ഉള്ളതിനെ കാണില്ല, ഇല്ലാത്തതിനെ കാണുക. എന്തുപോലെ? കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കണ പോലെ. കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുമ്പോൾ 2 കാര്യം അവിടെ സംഭവിച്ചു. ഒന്നെന്താ? കയറ് കണ്ടില്ല. രണ്ടാമതോ പാമ്പിനെ കണ്ടു അല്ലേ? രണ്ടുണ്ടായില്ലേ? ഒരേ സമയത്ത് രണ്ടുണ്ടായി. പെട്ടെന്നാണ്, കുറേ കഴിഞ്ഞിട്ടല്ല, സൈമൾട്ടേനിയസ് ആയിട്ട്. കയറ് കാണാതിരിക്കുന്ന അതേ നിമിഷത്തിൽ നമ്മളെന്ത് കണ്ടു? പാമ്പിനെ കണ്ടു.
ഇതാണ് മായയുടെ ശക്തി. ഉള്ളതിനെ കാണാതിരിക്കുക, ഇല്ലാത്തതിനെ കാണുക. അതാണ് മായാശക്തി. അതാണ് തദ്വിദ്യാത് ആത്മനോമായ യഥാഭാസോ യഥാതമ. അതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. പിന്നെ ജീവോ ബ്രഹ്മൈവ നാപര. അതാണ് യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷുഹം. യഥാ മഹാന്തി ഭൂതാനി, എല്ലാ ഭൂതങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും ഭൂതേഷു ഉച്ചാവചേഷു, ഉച്ച ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള സകല ചരാചരങ്ങളിലും ഞാൻ പ്രവേശിച്ചു. ഞാനാണിതെല്ലാം. എന്തുപോലെ ഒരു പണത്തൂക്കത്തിൻ്റെ സ്വർണ്ണാഭരണത്തിലും 100 പവൻ്റെ സ്വർണ്ണാഭരണത്തിലും ഒരേ സ്വർണം തന്നെയല്ലേ അല്ലേ? ഒരു 2 ഗ്രാമിൻ്റെ സ്വർണ്ണാഭരണത്തിലും സ്വർണ്ണമുണ്ട്, 10,000 ഗ്രാമിൻ്റെ ഒരേ സ്വർണ്ണമുണ്ട്. സ്വർണം പലതാണോ? വലിപ്പച്ചെറുപ്പമൊന്നും സ്വർണത്തിന് ബാധകമല്ല. എന്തുപോലെ? അഗ്നി പോലെ. അഗ്നി ഒരു തിരി കത്തുമ്പോൾ വളരെ ചെറുതായിട്ടൊരു മുല്ലോട്ട് പോലെ ഉണ്ടാവും. ആ അഗ്നി തന്നെ കാട്ടുതീയാവുമ്പോഴോ വലുതാവും. അഗ്നിക്ക് മാറ്റം ഉണ്ടാവും. അഗ്നിയുടെ ഉപാധിക്കേ മാറ്റമുള്ളൂ. അതിന് വേഗചൂടാണൊരു ഉദാഹരണം പറയും. അഴുക്കുചാലിലെ വേഗചൂടാണില്ല മനീഷാ പഞ്ചകത്തിൽ, ആചാര്യസ്വാമികൾ മനീഷാ പഞ്ചകത്തിൽ അഴുക്കുചാലിലെ വെള്ളത്തിലും ഗംഗാജലത്തിലും സൂര്യനെ കാണാം അല്ലേ? അഴുക്കുചാലിലെ വെള്ളത്തിന് സൂര്യൻ ഉണ്ടാവും, ഗംഗാജലത്തിലെ വെള്ളത്തിന് സൂര്യന് ഭേദബുദ്ധിയില്ല. സൂര്യൻ അഴുക്കുചാലാണോ ഗംഗാജലമാണോ സൂര്യന് ഭേദബുദ്ധി ഉണ്ടാവും. അഴുക്കുവെള്ളത്തിന് സൂര്യനെ കാണാം, ഗംഗാജലത്തിന് സൂര്യനെ കാണാം. സൂര്യന് ഭേദബുദ്ധിയില്ല. പക്ഷേ നമുക്ക് ഭേദബുദ്ധിയുണ്ട്. നമുക്ക് അഴുക്കാലിലെ വെള്ളം ഗംഗാജലം ഒരുപോലെ കാണാൻ പറ്റുമോ? രണ്ടിലും സൂര്യനുണ്ടെന്ന് പറഞ്ഞ് രണ്ടും ഒരുപോലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂതേഷു ഉച്ചാവചേഷു, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എല്ലാത്തിലും ഞാനുണ്ട്. എല്ലാ മഹാന്തി ഭൂതാനി. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞു ഈശാവാസ്യം ഇതം സർവം യൽ കിഞ്ചിൽ ജഗത്യാം ജഗത്. ഈ പ്രപഞ്ചത്തിൽ ഒരു പരമാണു മുതൽ മഹാമേരു വരെ സകല വസ്തുക്കളിലും ഞാനുണ്ട്. ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ മറ്റൊന്നില്ല. അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു സൃഷ്ടി ഉണ്ടാവണമെങ്കിൽ 2 കാരണങ്ങൾ വേണം. ശ്രദ്ധിക്കുക, 2 കാരണം. ഒന്നാമത്തെ കാര്യം ഉപാദാന കാരണം, രണ്ടാമത് നിമിത്ത കാരണം. എന്തൊക്കെയാ? ഉപാദാന കാരണം, നിമിത്ത കാരണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട ഉണ്ടാവണമെങ്കിൽ മണ്ണ് വേണം, വേണ്ടേ? മണ്ണിന് തന്നെത്താൻ കുടാവാൻ പറ്റുമോ? മണ്ണിന് എനിക്ക് കുടാവണമെന്ന് വിചാരിച്ചാൽ മണ്ണിന് കുടാവാൻ പറ്റില്ല. കുട ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണം, ഒരു കുലാലൻ വേണം. അതാണ് ഇതിൻ്റെ നിമിത്ത കാരണം. ഉപാദാന കാരണമാണ് മണ്ണ്, നിമിത്ത കാരണമാണ് കുലാലൻ. നിമിത്ത കാരണം പലതും ഉണ്ടാവാം, ഉപകരണങ്ങളുണ്ടാവാം, യന്ത്രം ഉണ്ടാവാം, പലതും ഉണ്ടാവാം. അത് പലതായിട്ട് വരും. ഏതായാലും ഉപാദാന കാരണം നിമിത്ത 2 കാരണം വേണം. സൃഷ്ടിക്ക് 2 കാരണം വേണം. എന്തൊക്കെയാ? ഒന്ന് ഒരു ഉപാദാന കാരണം, മറ്റൊന്ന് നിമിത്ത കാരണം. ഇത് ആദ്യം ബേസാക്കാം. എന്നിട്ടോ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരന് സൃഷ്ടിക്കാനുള്ള സാധനം ആരുണ്ടാക്കി? ആലോചിച്ച് നോക്കുക. കുലാലന് കുടം സൃഷ്ടിക്കാൻ മണ്ണ് വേണം. ഈ മണ്ണ് കുലാലനുണ്ടാക്കിയതല്ല, ആണോ? സ്വർണ്ണപ്പണിക്കാരന് ആഭരണം ഉണ്ടാക്കാൻ സ്വർണം വേണം. സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ടാക്കിയതല്ല, അല്ലല്ലോ, വേറെ ആളുണ്ടാക്കിയതല്ലേ. അപ്പം നിമിത്ത കാരണം ഉണ്ടെങ്കിലും ഉപാദാന കാരണം ഉണ്ടെങ്കിലേ ഉണ്ടാക്കാൻ പറ്റും. ഉപാദാന കാരണം വേറെ ആൾ സൃഷ്ടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ എന്തെടുത്തിട്ടാണ് സൃഷ്ടിച്ചത്? അതിൻ്റെ റോ മെറ്റീരിയൽ, അസംസ്കൃത എന്താ? ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ പ്രത്യേകത. വളരെ യുക്തിപൂർവ്വം ആലോചിക്കുക. അല്ലാണ്ട് ദൈവത്തിൻ്റെ ഒരു ദിവസം കാലത്ത് എണീറ്റപ്പോൾ സൃഷ്ടിക്കണം തോന്നി എല്ലാം എടുത്തിട്ട് വേറെ ഒന്നുണ്ടാക്കി അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. എന്താണ് ഉപാദാന കാരണം? ഈശ്വരനെ സൃഷ്ടിക്കാൻ വേണ്ട സാധനം ആരുണ്ടാക്കി? ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈശ്വരനേക്കാൾ മുമ്പ് ഒരാളുണ്ടായിരുന്ന അർത്ഥം വരില്ലേ? അല്ലേ? ഈശ്വരനെ സൃഷ്ടിക്കാൻ വേണ്ട സാധനം വേറെ ആൾ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരനേക്കാൾ മുമ്പ് വേറെ ആളുണ്ടായിരുന്നു. അപ്പോൾ ഈശ്വരനെ സൃഷ്ടിക്കാൻ വേണ്ട നിമിത്ത കാരണവും ഉപാദാന കാരണവും ഈശ്വരൻ തന്നെയാണ്. എന്തുപോലെ? പൂർണ്ണനാഭിരിവാക്കളമ എന്നൊരു ഉദാഹരണം. പൂർണ്ണനാഭി എന്ന് പറഞ്ഞാൽ 8 കാലി. 8 കാലിക്ക് വല ഉണ്ടാക്കണം തോന്നിയാൽ അടുത്ത കടയിൽ പോയിട്ട് നൂല് മേടിച്ചു കൊടുത്തിട്ടാണ് വല ഉണ്ടാക്കുക, ആണോ? 8 കാലി തൻ്റെ ഉള്ളിൽ തന്നെ നൂലുണ്ടാക്കും. അപ്പോൾ വലയുടെ നിമിത്ത കാരണം 8 കാലിയാണ്, ഉപാദാന കാരണം അത് 8 കാലി തന്നെയല്ലേ. അതുപോലെ ഈശ്വരൻ തന്നെയാണ് ഈ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു, സകല ചരാചരങ്ങളും ഒരു പരമാണു മുതൽ. അതാണ് ഭഗവാന്റെ വിഭൂതി യോഗം. ഗീതയിലുണ്ട് വിഭൂതി യോഗം, ഭാഗവത്തിലുണ്ട് വിഭൂതി യോഗം. ആ വിഭൂതി യോഗത്തിൽ സർവ്വചരാചരങ്ങളും ഞാൻ തന്നെയാണ്.
അല്ലേ? അവിടെ കിതവാന ഛലഗ്രഹ എന്നും കൂടി പറയുന്നുണ്ട്. കള്ളന്മാരുടെ കളവ് ഞാനാണെന്ന്. കള്ളന്മാർക്ക് മോഷ്ടിക്കാനുള്ള ശക്തി ആരാ കൊടുത്തത്? ഞാനവിടെ ഉള്ളത്. മരിച്ചു കിടക്കുന്ന കള്ളം മോഷ്ടിക്കുമോ? ഓ, മരിച്ചു കിടക്കുന്ന കള്ളം മോഷ്ടിക്കില്ല. അപ്പം മോഷ്ടാവിന് മോഷ്ടിക്കാനുള്ള ശക്തിയും ഭഗവാനുള്ളതുകൊണ്ടല്ലേ പ്രവിഷ്ടാനി ഞാനതിലുണ്ട്. അതുകൊണ്ട് ഭൂതേഷു ഉച്ചാവചേശ്വരി പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി. എന്നാലോ പ്രവേശിച്ചിട്ട് പ്രവേശിക്കാതിരിക്കുന്നു. അതായാലും വലിയ അപകടം. പ്രവേശിച്ചിട്ട് പ്രവേശിക്കാതിരിക്കാന്നാലോ ഈ സത്രവേദിയിലേക്ക് പ്രവേശിച്ചിട്ട് പ്രവേശിക്കാതിരിക്കുക. അങ്ങനെ പറ്റുമോ? പ്രവേശിച്ചിട്ട് പ്രവേശിക്കാതിരിക്കുക. എന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടെ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഇപ്പോൾ മണ്ണ് കുടത്തിലേക്ക് പ്രവേശിച്ചെന്ന് പറയാറുണ്ടോ? ഓ, മണ്ണ് കുടത്തിലേക്ക് പ്രവേശിച്ചെന്ന് പറയേണ്ട ആവശ്യം, കുടം തന്നെ മണ്ണാണ്, പിന്നെ മണ്ണ് പ്രവേശിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതാണ് പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി. അത് ഞാൻ തന്നെയാണെന്നർത്ഥം. അതിന് വേറെ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷുഹം. അതെന്നിലുമല്ല, ഞാൻ അതിലുമില്ല. അതായത് അതില്ലെങ്കിലും ഞാനുണ്ട്. കുടം ഇല്ലെങ്കിലും മണ്ണുണ്ടാവും. പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരനുണ്ട് അല്ലേ? പക്ഷേ ഈശ്വരനില്ലെങ്കിലോ പ്രപഞ്ചമില്ല. അതേപോലെ ഒരു വിഗ്രഹം ഇല്ലെങ്കിലും അമ്പലം ഇല്ലെങ്കിലും ഈശ്വരനുണ്ട്. പക്ഷേ ഈശ്വരനില്ലെങ്കിൽ ഈശ്വരനില്ലെങ്കിൽ അമ്പലമില്ല. അതുകൊണ്ട് ഏതാവദേവ ജിജ്ഞാസം, ഇതാണ് അറിവുകളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള അറിവ്. അത് അന്വയ വ്യതിരേകാഭ്യാം. അന്വയ വ്യതിരേകാഭ്യാം വെച്ചാൽ അത് ഭാഗവതത്തിൻ്റെ ആദ്യം പറയും. അന്വയം വെച്ചാൽ വേർതിരിക്കുക, കൂട്ടിച്ചേർക്കുക. അന്വയം വ്യതിരേകം വെച്ചാൽ വേർതിരിക്കുക. കൂടിച്ചേർന്നും വേർതിരിഞ്ഞും പലതായിട്ട് കാണുന്ന മുഴുവൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ബ്രഹ്മാവിനോട് പറഞ്ഞു ഏതാവദേവ ജിജ്ഞാസം. ഇതാണ് അറിവുകളിൽ ശ്രേഷ്ഠമായിട്ടുള്ള അറിവ്. ഈ അറിവിനെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊള്ളൂ. സൃഷ്ടി അങ്ങേ ബാധിക്കില്ല എന്ന് അനുഗ്രഹിച്ച് ബ്രഹ്മാവിന് കൊടുത്ത പരമമായിട്ടുള്ള ജ്ഞാനോപദേശമാണ് ഈ 4 ശ്ലോകം. ഇതിൽ നിന്നാണ് അത് വികസിച്ച് ഈ 18,000 ഗ്രന്ഥങ്ങളുള്ള ഭാഗവതമായിട്ട് മാറിയത്. അപ്പോൾ വേറെ ഇത് പറഞ്ഞാലോ ഭാഗവതത്തിൻ്റെ വിത്താണിതെന്നർത്ഥം അല്ലേ? ഈ വിത്തിൽ നിന്നാണ് വലിയൊരു മരം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ ഒരു ആശയം പറഞ്ഞതേ ഉള്ളൂ. സമയമായി തോന്നുന്നല്ലേ? അപ്പോൾ നമുക്ക് നിർത്താം. പിന്നെ എപ്പോഴെങ്കിലും ബാക്കിയൊക്കെ പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഇതുവരെ ചതുശ്ലോകി ഭാഗവതം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ആദരണീയ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ ഇളങ്കുന്ന്